Good evening, guys. Good evening, good evening. Good Yes, evening. Good evening, sir. good evening. Good evening, sir. Hello, good evening. Good evening. Good evening. So, എല്ലാവരും വീഡിയോ ഓൺ ചെയ്യുക, ഓഡിയോ മ്യൂട്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കാൻ പറ്റുമെങ്കിൽ ഒതുങ്ങിയിരിക്കുക. അടുത്ത ഒരു മണിക്കൂർ സമയം വളരെ സീരിയസ് ആണ്. ബാക്കി ഏത് പ്രയോറിറ്റി കാര്യങ്ങളെയും മാറ്റി വെച്ചിട്ട് ഇതിനൊരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. ഈ സൂം ക്ലാസ്സിൽ സൂമിന്റെ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴേ എല്ലാ ബിസിനസ്സുകാരോടും എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫോൺ എപ്പോഴും ഹൊറിസോണ്ടലായിട്ട് വേണം ഉപയോഗിക്കാൻ. അങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വെക്കുക. അങ്ങനെ എപ്പോഴും ഇങ്ങനെയാണ് നമ്മൾ കയ്യിൽ പിടിക്കുക, പക്ഷെ അത് ഹൊറിസോണ്ടലായിട്ട് വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഫിക്സഡ് ആയിട്ടുള്ള സ്ഥലത്ത് വെക്കുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് നിങ്ങളെ വൃത്തിയായിട്ടും വ്യക്തമായിട്ടും കാണാനും സാധിക്കും. ഒരു സ്ഥിരം സ്ഥലത്ത് നമുക്ക് ഇരിക്കാനും സാധിക്കും. സ്വാഭാവികമായിട്ടും ഈ ഫോൺ അനങ്ങാതിരിക്കുന്ന സമയത്ത് നെറ്റിന് പ്രശ്നമില്ലാതിരിക്കുകയും ചെയ്യും. അതൊരു നല്ല കാര്യമാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ എല്ലാവരും ബിസിനസ്സുകാരാണ്, നമ്മൾ പലരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഉമേഷ് സാറെ ഓർമ്മയില്ലേ, 2020 മുന്നേ നമ്മുടെ കോവിഡ് കാലത്തിന് തൊട്ട് മുന്നേ ഉള്ള സമയത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നേരിട്ടുള്ള മീറ്റിംഗ്സുകളാണെങ്കിൽ അതിനുശേഷം എല്ലാം ഒരുവിധം എല്ലാം ഓൺലൈനിലേക്ക് മാറി അല്ലേ? ഓർമ്മയുണ്ടല്ലോ, നമ്മൾ കോവിഡ് സമയത്ത് മീറ്റ് ചെയ്തത് മിക്കവാറും ഓൺലൈനിലെ. അപ്പോൾ ആ ഓൺലൈനിൽ മീറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പുറത്തിരിക്കുന്ന ആളോട് കൃത്യമായിട്ട് സംസാരിക്കണമെങ്കിൽ നമ്മളും വളരെ സേഫായിട്ടൊരു സ്ഥലത്ത്, ഇന്റർനെറ്റിന് വലിയ വ്യത്യാസങ്ങളില്ലാത്ത സ്ഥലത്ത് ഒക്കെ ഇരിക്കുകയാണെങ്കിൽ ഒരു ഫ്ലോ കിട്ടും. ആ ഫ്ലോ കിട്ടുന്ന സമയത്ത് നമുക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നതും കേൾക്കേണ്ടതും കൃത്യമായും വ്യക്തമായിട്ടും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ? യെസ്. സോ ഗുഡ് ഈവനിങ് ഗൈസ്. ശ്രീജിത്ത് ആണ്, ശ്രീജിത്ത് KC, ദി ബിസിനസ് ഇൻഫ്ലുവൻസർ. പലരും എൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണ്. എനിക്ക് പലരും മുഖപരിചയമുണ്ട്. വീഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പലരെയും എനിക്ക് പരിചയമുണ്ട്. കമറുദ്ദീൻ, സുമേഷ്, ചിന്തു, ഹസിത, ഷൈമോൻ ഒക്കെ എനിക്ക് വളരെയധികം പരിചയമുള്ള ആളാണ്. അജിമോനൊക്കെ. ഇനി എനിക്ക് മറ്റുള്ളവരോട് പറയാനുള്ളത്, മാക്സിമം വീഡിയോസ് ഓൺ ചെയ്തിരിക്കുക, മാക്സിമം ഇന്ററാക്റ്റീവ് ആയിട്ടിരിക്കുക. സോ ശബ്ദങ്ങളിൽ നിന്ന് അകന്നിരിക്കുമ്പോൾ നമുക്ക് മ്യൂട്ട് ചെയ്തില്ലെങ്കിലും അൺമ്യൂട്ട് ആണെങ്കിലും നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. നിങ്ങളുടെ സംശയങ്ങളൊക്കെ സ്പോട്ടിൽ സംസാരിക്കാൻ പറ്റും. ഞാനൊരു വൺ സൈഡ് ടോക്കർ അല്ല. ബേസിക്കലി ഞാൻ നിങ്ങളുടെ ഡിസ്കഷൻസ് കൂടി ഒപ്പം എടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. റെഡിയല്ലേ? എൻ്റെ ആദ്യത്തെ ചോദ്യം, എൻ്റെ ക്ലാസ്സിൽ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന എത്ര പേരുണ്ട്, അല്ലെങ്കിൽ എത്ര ആളുകളുണ്ട് എന്നുള്ളെങ്കിൽ, ഒന്ന് എൻ്റെ ക്ലാസ്സിൽ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്നൊന്ന് യെസ് ഇടൂ. ഒരു എസ്. ഒന്ന് ചാറ്റിലേക്ക് ഒരു യെസ് ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നവർ യെസ്. ഗുഡ് ഗുഡ്. കുറേ പേരുണ്ട് അല്ലേ? പുതിയ ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ എന്നെ ഞാൻ ഒന്നുകൂടി പരിചയപ്പെടുത്താണ്. എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്, ശ്രീജിത്ത് KC. ഞാൻ ബേസിക്കലി ഒരു പാലക്കാട്ടുകാരനാണ്. ഒറ്റപ്പാലം എന്ന് കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ സെറ്റിൽഡ് എല്ലാം, എൻ്റെ ഓഫീസെല്ലാം ബാംഗ്ലൂരാണ്. ഗ്രോത്ത് കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ CEO ഫൗണ്ടറാണ്. ഇപ്പോൾ ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. ഇന്ന് കൊച്ചിയിലുണ്ട്. കൊച്ചിയിൽ എനിക്ക് കുറേ ക്ലയൻസ് ഉണ്ട്. ഞാനൊരു ബിസിനസ് മാനേജ്മെന്റ് കൺസൾട്ടന്റ് ആണ്. അതർ ദാൻ ഒരു ട്രെയിനറേക്കാൾ കൂടുതലായിട്ട് ഒരു ബിസിനസ് മാനേജ്മെന്റ് കൺസൾട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു വൺ സൈഡിൽ, അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കമന്റ് വരും, എങ്ങനെ അറിയോ, താനൊക്കെ എന്തോന്നടോ സംസാരിക്കണം, തനിക്കൊക്കെ എന്തോന്നറിയാം ബിസിനസിനെ കുറിച്ച്, ആദ്യം താൻ ബിസിനസ് ചെയ്ത് കാണിക്ക് എന്നിട്ട് പറയ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത് വളരെ സിമ്പിളാണ്. ഞാനൊരു ബിസിനസ്സുകാരനാണ്.
ബിസിനസ്സുകാരന്റെ വേദന അറിയുന്ന, അവരുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കൊടുക്കുന്ന ഒരു ബിസിനസ് മാനേജ്മെന്റ് കൺസൾട്ടന്റ് ആണ്. കുറച്ചു കാലമായിട്ട് അത് തന്നെയാണ് ജോലി. പലർക്കും പല പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. മാർക്കറ്റിങ്ങില്, സെയിൽസില്, ബിസിനസ് ഡെവലപ്മെന്റില്, ഗ്രോത്തില്, സ്ട്രാറ്റജിയില്, ഫിനാൻസില്, സിസ്റ്റംസില്, അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് വേണ്ട അഡ്വൈസുകളും സപ്പോർട്ടുകളും കൺസൾട്ടിങ്ങും കൊടുക്കുക എന്നുള്ളതാണ്. പലരും ഇവിടെ ഇരിക്കുന്ന പലരും എൻ്റെ ഓൾറെഡി ക്ലയൻസ് ആണ്. ബിജു സാറെ പോലുള്ള ആളുകൾ, ഷൈമോനെ പോലുള്ള ആളുകൾ, ആഷിഖിനെ പോലുള്ള ആളുകളൊക്കെ എൻ്റെ ക്ലയൻസ് ആണ്. പലരും അവരൊക്കെ എൻ്റെ സർവീസ് ഓൾറെഡി എടുക്കുന്നവരാണ്. ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കഥ പറഞ്ഞു പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം മാക്സിമം ആളുകൾ ജോയിൻ ചെയ്തോട്ടെ എന്നുള്ളതാണ്. കാരണം മലയാളികൾക്ക് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഒന്ന്, ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞത് മലയാളികളായ ബിസിനസ്സുകാരുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ നോ എവരിത്തിങ്, എനിക്കെല്ലാം അറിയാം. ഇയാളിപ്പോൾ എന്ത് പഠിപ്പിക്കാൻ പോവുക? ഇതൊക്കെ കുറെ കേട്ടിട്ടുള്ളതാ. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം. ഞാനിപ്പോൾ ബിസിനസ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബിസിനസ്സൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി. ചെയ്ത എക്സ്പീരിയൻസിന്റെ പുറത്താണ് നമുക്ക് കൃത്യമായിട്ട് മുന്നോട്ട് വരാൻ പറ്റുക. അല്ലാണ്ട് പഠിച്ചിട്ടൊന്നും കാര്യമില്ല. ഈ പറയുന്നവൻ മറ്റേ മൂക്കും കുത്തി നിൽക്കുകയായിരിക്കും കേട്ടോ. വെള്ളത്തിൽ അല്ലെങ്കിൽ മറ്റേതിലും മൂക്കും കുത്തിയിട്ടാണ് നിൽക്കുന്നുണ്ടാവുക. കടവും കള്ളിയും പ്രശ്നങ്ങളും ഇഷ്യൂസും ടെൻഷൻസും പീപ്പിൾ മാനേജ്മെന്റിലെ പ്രോബ്ലംസ് അങ്ങനെയൊക്കെ നിൽക്കുക. എന്നാലും പറയും ഐ നോ എവരിതിങ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അവിടെ തുടങ്ങാനൊന്നും പോകുന്നില്ല. 8:30 എന്ന് പറഞ്ഞാൽ 9 മണിയാവും. അപ്പോൾ നമുക്ക് ആ സമയത്ത് അങ്ങ് കയറി ചെല്ലാം. ഇതൊരു ചിന്തയാണ്. അതുകൊണ്ട് കുറെ ലേറ്റ് ആയിട്ട് എല്ലാവരും കയറി വരും എന്നുള്ളത് എനിക്കറിയാം. എനിക്ക് ബിസിനസ്സുകാരോട് എനിക്ക് പറയാനുള്ളത് ഈ 2 പോയിന്റിലാണ് ആദ്യമേ തുടങ്ങാനുള്ളത്. ഒന്ന്, നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല, എനിക്കും നമുക്കൊരു ചുക്കും അറിയില്ല. കാരണം 2020 മുന്നേ, കോവിഡിന് മുന്നേ ഇവിടെ ഒരു കേരളം ഉണ്ടായിരുന്നു, ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു, ഒരു ബിസിനസ് ലോകം ഉണ്ടായിരുന്നു. അന്നത്തെ ആളുകളുടെ മനസ്ഥിതിയല്ല 2020 ശേഷമുള്ള 2 വർഷം അല്ലെങ്കിൽ ഏകദേശം 1.5 വർഷത്തോളം വീട്ടിലിരുന്ന് ജോലി ചെയ്ത് വീട്ടിലിരുന്ന് മടി പിടിച്ചു പോയ, അല്ലെങ്കിൽ വീട്ടിലിരുന്നിട്ട് പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത കസ്റ്റമറുടെ സ്വഭാവം ഒരുപാട് മാറിയിട്ടുണ്ട്. നിങ്ങൾ പഴയ പോലെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കസ്റ്റമർ നിങ്ങളിൽ നിന്ന് അകന്നിട്ടുണ്ടാവും. അതിനുശേഷം പല ബിസിനസ്സുകളും ബുദ്ധിമുട്ടിലേക്ക് പോയിട്ടുണ്ടാവും. എന്നാൽ കസ്റ്റമറുടെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ, അവർക്കനുസരിച്ചിട്ട് നമുക്ക് മാറാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു വലിയ മാറ്റമായിരിക്കും. അത് എങ്ങനെ മാറണം എന്നുള്ളത് പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. മറ്റുള്ളവരോട് സംസാരിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇതിനെക്കുറിച്ച് പഠിക്കുന്നവരോട് കൂടുതൽ ബന്ധം സ്ഥാപിച്ചാലേ മനസ്സിലാവുള്ളൂ. രണ്ടാമത്തെ കാര്യം, നമ്മൾ ബേസിക്കലി എല്ലാം അറിയുന്നവരാണെന്ന് പറയുകയും നമ്മൾ എവിടേക്കും വൈകിട്ടൊക്കെ ചെന്നാൽ മതി കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ പറയുന്നു ഓൺ ടൈം. ഇപ്പോൾ ഇന്നത്തെ സമയത്ത് സമയത്തിന് ഭയങ്കര വാല്യൂ ഉണ്ട്. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ വാല്യൂ ഉള്ള സാധനം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? മിസ്റ്റർ മനോജ് കുമാർ, താങ്കൾ അവിടെ കുറെ നേരമായി ചിത്രം വരയ്ക്കാൻ തുടങ്ങിയിട്ടൊന്ന് നിർത്തണം. കുറെ ചുവന്ന വരകൾ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്തായിരുന്നു പറഞ്ഞത്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്താണെന്ന് അറിയാമോ? എന്താണ് ഇമ്പോർട്ടന്റ്? സമയമാണ് ഇമ്പോർട്ടന്റ്. ചിലര് പണത്തിന് വേണ്ടി സമയം കളയും, ചിലര് സമയത്തിന് വേണ്ടി പണം കളയും. ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം സമയത്തിനാണ് വില. അതുകൊണ്ട് ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല, കഥകൾ പറയുന്നില്ല. ഡയറക്റ്റ് നമ്മുടെ 5 ദിവസത്തെ ബിസിനസ് മന്ത്ര 5 ദിവസത്തെ ബിസിനസ് മന്ത്ര എന്ന് പറയുന്ന CEO റീസെറ്റ് പ്രോഗ്രാമാണത്. ഇത് പ്യുവർലി ബിസിനസ്സുകാരനായിട്ടുള്ള, നല്ലൊരു ഓണർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന, നല്ലൊരു CEO ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള പ്രോഗ്രാമാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ മാത്രം ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് വല്ലതും കിട്ടും. ചുമ്മാ ഒരു തമാശക്ക് എന്താ നടക്കണ്, ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് അതിനുള്ള ഒരു ഇത് കിട്ടണമെന്നില്ല. സോ നിങ്ങൾ അങ്ങനത്തെ ആളാണോ?
പഠിക്കണം, വളരണം, വളരെയധികം നല്ല ബിസിനസ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒന്ന് ആ ചാറ്റിലേക്ക് ഒരു എസ് പോരട്ടെ, ഒന്ന് സ്ട്രോങ് ആവട്ടെ. കമോൺ കമോൺ, വരട്ടെ വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്കൊന്ന് റെഡി ആവാം, കാര്യങ്ങളൊക്കെ ഒന്ന് വളരെ സീരിയസ് ആയിട്ട് റെഡി ആയിട്ട് വരാം. സെറ്റല്ലേ? യെസ് യെസ്, വരട്ടെ, യെസ്സുകൾ വരട്ടെ. സെയിൽസിലെ ഒരു ക്ലോസിംഗ് ടെക്നിക്ക് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇന്നിപ്പോൾ സെയിൽസ് ടോപ്പിക് ഒന്നല്ല, എന്നാലും ഞാൻ പറയുകയാണ്. സെയിൽസിലൊരു ക്ലോസിംഗ് ടെക്നിക്ക് ഉണ്ട്, അതിന്റെ പേര് യെസ് ക്ലോസിംഗ് ടെക്നിക്സ് എന്നാണ്. എന്താണ് യെസ് ക്ലോസിംഗ് ടെക്നിക്ക് എന്നറിയോ? ഒരു കസ്റ്റമറെ കൊണ്ട് നിങ്ങൾ കണ്ടിന്യൂസ്ലി 6 യെസ് പറയിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ, കണ്ടിന്യൂസ്ലി 6 യെസ് പറയിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ, 6ാമത്തെ യെസ് നമ്മൾ വാങ്ങല്ലേ, നിങ്ങൾ പേയ്മെന്റ് ഇപ്പൊ ചെയ്യല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും അയാൾ യെസ് പറയുമെന്നാണ്. അതൊരു യെസ് ക്ലോസിംഗ് മെത്തേഡാണ്. ചുമ്മാ നമ്മൾ തുടങ്ങിയപ്പോൾ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സോ 5 ദിവസത്തെ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള, വെൽ പ്ലാൻഡ് ആയിട്ടുള്ള 5 ദിവസമാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഈ 5 ദിവസം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. അങ്ങനെയാണോ ബിജു സാറേ? ബിജു സാർക്ക് എന്നെ കുറിച്ച് എന്തോ പറയാനുണ്ട്, ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്ത് തരാം ഞാൻ. യെസ്, പറഞ്ഞോ. Yes, absolutely. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരാളാണോ? ആവശ്യത്തിന്. ആവശ്യത്തിന്. ബിജു സാർ വെറുതെ പറയുക, ഞാൻ അത്ര സീരിയസ് ഒന്നല്ല. നമ്മുടെ പ്രവൃത്തിയിൽ സീരിയസ് ആവുകയും ഇങ്ങനത്തെ ക്ലാസ്സുകളിലൊക്കെ വളരെയധികം ഇന്ററാക്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്ന ആൾക്കാരാണ്. പുതിയ ആളുകളെ പരിചയപ്പെടണം എന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ 5 ദിവസത്തെ പ്രോഗ്രാമിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ബിസിനസ് ഇപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലരും ഇതിലിരിക്കുന്ന ഒരു മഹാഭൂരിപക്ഷം ആളുകളും കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രഗിളിങ് സിറ്റുവേഷൻ ആയിരിക്കും. എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ബിസിനസ്സിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 8 മണിക്കൂർ, 10 മണിക്കൂർ, 12 മണിക്കൂർ മുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ കൊണ്ടെന്ന് കട പറഞ്ഞു. ഇത്രയൊക്കെ സമയം ചെലവഴിച്ചിട്ടും കയ്യിൽ കാശില്ല, വേണ്ടത്ര പണമില്ല. സ്റ്റാഫിന് സാലറി കൊടുത്തു കഴിഞ്ഞാൽ, റെന്റ് കൊടുത്തു കഴിഞ്ഞാൽ, മറ്റുള്ള എക്സ്പെൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവനവന്റെ കയ്യിലേക്ക് കാര്യമായിട്ടൊന്നും അങ്ങോട്ട് തടയണില്ല. പലരും ബിസിനസ് തുടങ്ങിയത് എന്തിനാണെന്നറിയോ? മാനസികമായ, ശാരീരികമായ, സാമ്പത്തികമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ അതങ്ങോട്ട് തടയുന്നില്ല, ശരിയാവുന്നില്ല, എവിടേക്കോ പ്രശ്നമുണ്ട്. സ്ട്രഗിളിങ്. ഈ സ്ട്രഗിളിങ് സ്റ്റേജിൽ നിൽക്കുന്നവർക്ക് അടുത്തൊരു സ്റ്റേജിലേക്ക്, അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു സർവൈവൽ സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ഒരു സക്സസ് സ്റ്റേജിലേക്ക് പോകുവാനുള്ള വഴികളാണ് നമ്മൾ ഈ 5 ദിവസം കൊണ്ട് സംസാരിക്കുന്നത്. ഈ 5 ദിവസത്തിന്റെ ആദ്യത്തെ ദിവസമായിട്ടുള്ള ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദ ഓണേഴ്സ് കോഡ്. ഒരു ബിസിനസ് ഓണർ എങ്ങനെയാകണം എന്നാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. എത്ര പേർക്കറിയാം ഒരു ബിസിനസ് ഓണർ എങ്ങനെയാകണം എന്നുള്ളത്? ആർക്കെങ്കിലൊക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ, കേൾക്കട്ടെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുന്ന ആളുടെ വീഡിയോ ഓൺ ആയിരിക്കണം. പറഞ്ഞോ. ഒരു ബിസിനസ് ബാക്കിയുള്ള ഓണർ ആളുകൾക്കൊരു പ്രചോദനമാണ്. കേട്ടില്ല, ഒന്ന് പറയൂ. ബാക്കി നമ്മൾ വീക്ഷിക്കുന്ന ബിസിനസ്സുകാർക്കും മറ്റുള്ളവർക്കും നമ്മൾ റോൾ മോഡൽ ആകണം. നമ്മൾ നമ്മളിൽ നിന്ന് എന്താണോ ഓക്കെ, വെരി പകർത്താനുണ്ട് എന്നുള്ളത്. ഓക്കെ, അവര് നമ്മളെ പകർത്തണം അല്ലെ? അതിനുള്ള റോൾ ആ. മോഡൽ. വെരി ഗുഡ് ജുനൈദ്. ഇനി ആർക്കെങ്കിലും? നല്ലൊരു ലോങ് ടേം വിഷൻ ഉണ്ടാവണം സാറേ. ലോങ് ടേം വിഷൻ ഉണ്ടാവണം. വെരി ഗുഡ്. അതുപോലെ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കൂടി വേണം. റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കൂടി വേണം. വെരി വെരി ഗുഡ്. നല്ല പേഷ്യന്റ് വേണം ബിസിനസ്സിൽ. ഭയങ്കര ക്ഷമ വേണം അല്ലേ? ഓക്കെ, കാത്തിരുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യണമെന്നാണ് അജിമോൻ പറയുന്നത്. വെരി ഗുഡ്. യെസ്, നല്ലൊരു ലീഡർ ആയിരിക്കണം. നല്ലൊരു ലീഡർ ആയിരിക്കണം. യെസ്, നല്ലൊരു കേൾവിക്കാരനായിരിക്കണം. നല്ലൊരു കേൾവിക്കാരനായിരിക്കണം. ഓക്കെ, പിന്നെ കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി വേണം. ഓക്കെ,
കൺസിസ്റ്റൻസി വേണം. ഓക്കെ, പറയൂ. നെക്സ്റ്റ്. നല്ലൊരു ലേണർ ആവണം. നല്ല നെറ്റ്വർക്ക് ഉണ്ടാവണം അദ്ദേഹത്തിന്. നല്ലൊരു ലേണർ ആവണം, നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ടാവണം. ഓക്കെ, ഇനിഷ്യേറ്റർ ആവണം, അതുപോലെ തന്നെ ഫിനിഷ്യേറ്ററും ആകണം. ഇനിഷ്യേറ്ററും ആവണം, ഫിനിഷ്യേറ്ററും ആവണം. അത് നല്ല വേർഡാണല്ലോ. തുടങ്ങണം വേണം, അവസാനിപ്പിക്കാനും അറിയണം അല്ലേ? യെസ്, വെരി ഗുഡ്. ഓക്കെ. ആ ഞാൻ പറയുകയാണെങ്കിലേ ആ, മനസ്സിലായി. നല്ലൊരു ടീം ഉണ്ടായിരിക്കണം. നല്ലൊരു ടീം ഉണ്ടായിരിക്കണം. ഓക്കെ, നല്ലൊരു ടീം മാനേജ്മെന്റ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം അല്ലേ? പീപ്പിൾ മാനേജ്മെന്റ്. സാറേ, ഞാൻ ടീം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ടുഗദർ എവരിവൺ അച്ചീവ്സ് മോർ എന്നാണല്ലോ. അപ്പൊ ഓക്കെ, എല്ലാവരും കൂടി ഒറ്റ കെട്ടായിട്ട് നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ നമ്മുടെ ടീമും കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവുന്നതാണ് എന്റെ വിശ്വാസം. ഓക്കെ. നമ്മുടെ സുമേഷ് സാർ, നെഗറ്റീവുകൾ ഒരു എന്തെല്ലാം കാര്യം നമുക്ക് ആദ്യം വ്യക്തമായിട്ട് അറിയാം. എങ്ങനെയാണ് ആരാ പറഞ്ഞേ? ജുനൈദ്, നമ്മുടെ നെഗറ്റീവുകൾ എന്തെല്ലാമാണ്, നമുക്ക് ചെയ്യാൻ കഴിയാത്തത് എന്തെല്ലാമാണെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ചിട്ടുള്ള ടീമിനെ ഒരു മെമ്പറെ കൂടെ നമ്മുടെ ടീമിൽ ആഡ് ചെയ്യുകയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സുമേഷ് സാറ് പറഞ്ഞതും ജുനൈദ് പറഞ്ഞതിനും കൂടി ഞാനൊരു അഡീഷണൽ കാര്യം പറയട്ടെ. നമുക്കൊരു നല്ല ടീം വേണമെന്ന് പറഞ്ഞ് പല ബിസിനസ്സുകാരും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവനക്കാരായ ആളുകളോടൊപ്പം നമ്മൾ അങ്ങ് കൂടും. നമ്മൾ കൂടുമ്പോൾ അവന്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഇഷ്യൂസും അല്ലാതെ അവന്റെ സന്തോഷവും അവന്റെ ജിജ്ഞാസയും അവന് വളരാനുള്ള താല്പര്യം ഒന്നും പറയാതെ ഈ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും പറയും. അപ്പം നമ്മളും അവനെ പോലെ ആവും. നമുക്ക് ചുറ്റുമുള്ള 5 പേരുടെ ആവറേജ് ആണ് നമ്മൾ എന്ന് പറയുന്ന പോലെ, നമുക്ക് ചുറ്റുമുള്ള 5 പേരുടെ ആവറേജ് ഈ ജീവനക്കാരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഈ എംപ്ലോയി മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ കംഫേർട്ട് സോൺ നിൽക്കുന്ന ആളുകളാണെങ്കിൽ നമ്മളും പതിയെ അറിയാതെ അതിലേക്ക് പതിക്കും. ഞാൻ സുമേഷ് സാറ് പറഞ്ഞതിൽ ഒരു സാധനം ഞാൻ കൂട്ടിയടിക്കട്ടെ. സുമേഷ് സാറെ, നമുക്കൊരു നല്ല ടീം വേണം. ആ ടീം എന്ന് പറയുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ടീം ആയിരിക്കണം. ആ ടീം എന്ന് പറയുന്നത് ഒരു കൂട്ടം ബിസിനസ്സുകാരായ ആളുകളാണെങ്കിൽ അത് വല്ലാത്തൊരു വളർച്ചയായിരിക്കും. ഞങ്ങളിതിങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാട്ടോ. കഴിഞ്ഞ ഒരു 530 532 ദിവസങ്ങളായിട്ട് ഞങ്ങൾക്ക് രാവിലെ ഒരു മോർണിംഗ് ക്ലബ് ഉണ്ട്. രാവിലെ 6-6:15 നമ്മളത് ഇരിക്കുന്നത്. കഴിഞ്ഞ 530 ദിവസമായിട്ട് തുടർച്ചയായിട്ട് ഒരു ദിവസം പോലും എൻ്റെ സൂം ഓഫ് ആയിട്ടില്ല. ബിസിനസ് കാറ്റലിസ്റ്റ് ഹബ് എന്ന പേര്. നമ്മുടെ ബിജു സാറ്, ആഷിക്ക്, ഇവിടെ വിപിന്, ജെയ്സൺ, എല്ലാം അങ്ങനെയുള്ള കുറേ പേര് അതിൽ, ഒരു 19ഓളം ആളുകൾ അതിൽ മെമ്പറാണ്. ഞങ്ങൾക്ക് വന്ന മാറ്റം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയാത്ത കാര്യം ബിജു സാറും പറഞ്ഞു തരും. ബിജു സാറിന്റെ വയസ്സ് ഏകദേശം 50 വയസ്സ്, കറക്റ്റ് പറയണോ ബിജു സാറെ? വേണ്ട അല്ലേ? ഒരു 50-ന് 55-ന് 58-ന് ഇടയ്ക്കാന്ന് പറയാം. ഓക്കെ, പോരെ? ഇപ്പൊ കറക്റ്റായിട്ട് കിട്ടിയില്ലേ? ആഷിഖ് മുഹമ്മദ് എന്ന് പറയുന്ന ആളുടെ വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അടുത്ത മാസം 20 തികയും. ഓക്കെ, അടുത്ത മാസം 20 തികയും. അങ്ങനെ 20 വയസ്സുള്ളവനും 60 വയസ്സുള്ളവനും കൂട്ടുകെട്ട് ചേർന്നിട്ട് ഞങ്ങൾ എങ്ങനെ ഒരുമിച്ച് വളരുകയാണ്. ഞങ്ങൾക്ക് പ്രശ്നം എന്ന് പറയുന്നത്, ഞങ്ങളുടെ പ്രശ്നം മറ്റുള്ളവരുടെ പ്രശ്നങ്ങളാണ്. എന്താ പ്രശ്നം? ഷൈമോന്റെ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാന്നുള്ളത് ഞങ്ങൾ കുറച്ചു കാലമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഷൈമോന് പലപ്പോഴും കണക്ക് കിട്ടില്ല കണ്ടപ്പോൾ ഒരു ദിവസം ബിജു സാറ് പറഞ്ഞു, ബിജു സാർ ഒരു ഹൈക്കോർട്ട് വക്കീലാട്ടോ, ഫിനാൻസിലും മിടുക്കനാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു ദിവസം ഞായറാഴ്ച ക്ലാസ് എടുക്കുന്നുണ്ട്, ഇത് ഷൈമോന് വേണ്ടിയിട്ടാണ്. ഷൈമോന്മാർ മാത്രമല്ല, പല മോന്മാരും അന്ന് വന്നിരുന്ന് അറ്റൻഡ് ചെയ്തിട്ട് അവരുടെയൊക്കെ കണക്ക് ശരിയാക്കി. സുരേഷ് ഗോപി പറഞ്ഞ മോനല്ല കേട്ടോ. അപ്പോ നിങ്ങളൊക്കെ പറഞ്ഞ് വളരെ കറക്റ്റാണ്. ഒരു ബിസിനസ്സുകാരൻ പല ആംഗിളിൽ ഇരിക്കുന്ന ആളുകളാണ്. ലീഡർ ആവണം, ടീംമേറ്റ് ആവണം, ടീം ഡെവലപ്പർ ആവണം, അല്ലെങ്കിൽ പല ക്വാളിറ്റീസ് ഉള്ള ആളുകളായിരിക്കണം. ജുനൈദ് പറഞ്ഞ പോലെ നെഗറ്റീവ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ആളായിരിക്കണം. വളരെ സിമ്പിളാണ്. നമ്മുടെ കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ ഏറ്റവും അധികം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ഒരു ബിസിനസ്സുകാരൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനെസ് ആണ്, തിരക്കാണ്. എന്തിനാണ് ഈ തിരക്കുണ്ടാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. വെറും തിരക്കാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു, പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അൾട്ടിമേറ്റ്ലി ബിസിനെസ് ആണ്, എന്തിനും തിരക്കാണ് അല്ലേ? അപ്പോ ഇതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തിരക്ക് കൂട്ടുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എവിടെയോ സ്റ്റക്കാണ്. നമുക്ക് തിരക്ക്, ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ,
എടപ്പള്ളിയിൽ, ഞാൻ ഇപ്പൊ കൊച്ചിയിൽ നിന്ന് ഇപ്പൊ വന്നേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ടാ. എടപ്പള്ളിയിൽ എന്നും ബ്ലോക്കാ. എടപ്പള്ളിയിൽ എന്താ ബ്ലോക്ക് ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം? എടപ്പള്ളിയിൽ ബ്ലോക്ക് ആവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ എച്ചിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ബ്ലോക്ക് ഉണ്ട് ഫ്രണ്ടിൽ. അപ്പൊ അവിടെ ഭയങ്കര തിരക്കാണ്. വണ്ടികൾ ഹോണടിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മറയുന്നു, പോകുന്നു, ഇവന്റെ സൈഡിൽ കൂടെ കുത്തിക്കയറ്റുന്നു, ഒന്നും നടക്കുന്നുമില്ല, വെറുതെ തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യാണ്. ഇത് തന്നെയാണ് നമ്മുടെയും പ്രശ്നം. നമ്മൾ തിരക്ക് കൂട്ടുന്നുണ്ട്, തിരക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് മുന്നോട്ട് പലപ്പോഴും പോകാൻ പറ്റുന്നില്ല. നമ്മൾ എവിടെയോ സ്റ്റക്കാണ്. ഈ സ്റ്റക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഈ 5 ദിവസത്തെ ക്ലാസ്സിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഓക്കെ, 5 ദിവസം കൊണ്ട് ക്ലാസ് കഴിഞ്ഞില്ലെങ്കിൽ 6ാമത്തെ ദിവസം എടുക്കും കേട്ടോ. ഞാൻ സിലബസ് അല്ലെങ്കിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ടേ പോകുള്ളൂ. റെഡി ആണല്ലോ അല്ലെ? 5 ദിവസം മാത്രമേ ഉള്ളൂ ടൈം ഒന്നും പറയേണ്ട. 5 ദിവസം കൊണ്ട് നമ്മൾ കഴിഞ്ഞില്ലെങ്കിൽ 6 ദിവസം. ഇനി രണ്ടാമത്തെ നമ്മുടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബിസിനസ്സിൽ അതായത് വർക്കിംഗ് ഇൻ ബിസിനസ് ആണ്, വർക്കിംഗ് ഓൺ ബിസിനസ് ആവാനാണ് ആഗ്രഹം. ബിസിനസിന്റെ ഉള്ളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബിസിനസിന്റെ മുകളിൽ വർക്ക് ചെയ്യാനാണ് ആഗ്രഹം. ഇതിങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. പലപ്പോഴും ആസ് എ ബിസിനസ് ഓണർ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പലർക്കും ഒരു ഐഡിയ ഇല്ല. ഈ ഷൈമോൻ മാത്യു എന്ന് പറയുന്ന വ്യക്തി എൻ്റെ മുന്നിൽ ഒരു 6 മാസം മുന്നേ, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2025 ഓഗസ്റ്റ് മാസത്തിലാണ് എൻ്റെ ഓർമ്മ, ഇതുപോലത്തെ വൈകുന്നേരത്തെ ഒരു ക്ലാസ്സിൽ വന്നിട്ട് ഷൈമോൻ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത് മുതൽ ഷൈമോന്റെ ഏറ്റവും വലിയ പ്രശ്നം അന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്ത് ചെയ്യണം മല്ലയ്യ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്ന് ഒരു ഐഡിയ ഇല്ല, ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. എന്തേ ഷൈമോൻ, പറയണ്ടോ? അതെ സാറേ, കറക്റ്റ് ആണോ? ഇപ്പോഴോ? അന്ന് എല്ലാ പണിയും ഞാനാ ചെയ്തോണ്ടിരുന്നത്. അന്ന് എല്ലാ പണിയും ഞാനാ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് എങ്ങും എത്തണ്ടാവുന്നില്ല. കയ്യിലൊന്നും ഉണ്ടാവില്ലായിരുന്നു. എല്ലാ പട്ടിപ്പണി എടുക്കുകയും ചെയ്യുമായിരുന്നു, കയ്യിലൊന്നും ഉണ്ടാവും ചെയ്യുന്നില്ല. ഇപ്പോഴോ? ഇന്ന് ഒരു പണി എടുക്കാനുള്ള ഈശയില് പൈസയായി. ബാസ്കറ്റ് അകത്തേക്ക് വെച്ചിട്ടുണ്ടോ? അങ്ങനെയൊക്കെ പറയരുത്. അതൊക്കെ പറ്റും. മ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കണം. പുറത്താണത്. ആരാ അത് സംസാരിക്കുന്നത് മനസ്സിലാവുന്നില്ല. സജിത മേഡം. ശരി, ഓക്കെ, ശരി. അപ്പോ വളരെ സിമ്പിൾ ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ക്ലാരിറ്റി വന്നാൽ നമ്മൾ കൃത്യമായി മുന്നോട്ട് പോകും. ഒരു ഫ്ലൈറ്റ് ഓടിക്കുന്ന പൈലറ്റ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ക്ലാരിറ്റി കുറവാണ്. അല്ലെങ്കിൽ ഒരു ബസ് ഒരു എന്താ പറയുക, ഹൈ റേഞ്ചിൽ ഒരു ബസ് ഓടിക്കുന്ന അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന ആളുടെ പ്രശ്നം ക്ലാരിറ്റി കുറവാണ്, സ്പീഡ് കുറയുന്നേ. ശരിയല്ലേ? മുമ്പിലെ റോഡ് ക്ലിയർ അല്ലെങ്കിൽ നമ്മുടെ സ്പീഡ് കുറയും. ആ ക്ലാരിറ്റി കുറവ് പലർക്കും ഇവിടെ ഉണ്ട്. അതുകൊണ്ടുകൂടിയാണ് നമ്മൾ ഈ 5 ദിവസത്തെ പരിപാടി വെച്ചിരിക്കുന്നത്. ഇതിനൊക്കെ അപ്പുറത്ത് 4 ദിവസം, ഈ അടുത്ത 4 ദിവസം കൂടി നമ്മൾ ക്ലാരിറ്റി വരുത്തി, ഇന്നും അത് കഴിഞ്ഞുള്ള 4 ദിവസം കൂടി ക്ലാരിറ്റി വരുത്തുന്നത് എന്ത് ശരിക്ക് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, അതെങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. റെഡിയാണോ? റെഡിയാണെങ്കിൽ വീഡിയോസ് ഒക്കെ ഒന്ന് ഓൺ ആവട്ടെ, ചാറ്റിലേക്ക് വരട്ടെ. ഞാൻ അൺമ്യൂട്ട് ചെയ്യുന്നില്ലല്ലോ, ആരും മ്യൂട്ട് ചെയ്യുന്നില്ലല്ലോ, ഒന്ന് വരട്ടെ, ഒന്ന് ഉഷാറായിക്കേ. എനിക്കറിയാം രാത്രി 8:45 സമയത്ത് വളരെയധികം റെഡി. യെസ്, അപ്പൊ നമുക്ക് തുടങ്ങാം. ഞാൻ ഒരു കാര്യം പറയാം. ഈ ബിസിനസ് മന്ത്ര എന്ന് പറയുന്ന പ്രോഗ്രാം ആസിഫ് ജി ഞാൻ കണ്ടായിരുന്നു. ബിസിനസ് മന്ത്ര എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ഒരിക്കലും ഒരു മോട്ടിവേഷൻ പരിപാടി അല്ല. ഐ ആം നോട്ട് എ മോട്ടിവേറ്റർ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ, എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങൾ, എൻ്റെ ക്ലയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ വേറൊരാൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിടാത്ത രീതിയിൽ അവതരിപ്പിക്കുക, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഇത് ക്ലിയറായിട്ട് നമ്മുടെ വേരിലുള്ള പണിയാണ്. തലപ്പത്തല്ലട്ടോ, കൂമ്പിലല്ല, വേരിലുള്ള പണിയാണ്. അടിഭാഗത്ത് നിന്ന് നമ്മൾ തുടങ്ങാൻ റെഡിയാണോ? തെറ്റല്ലേ? സോ എന്തുകൊണ്ടാണ് ബിസിനസ്, നമുക്ക് അവിടുന്ന് തുടങ്ങാം. എന്തുകൊണ്ടാണ് നമ്മുടെ ബിസിനസ് വളരാത്തത്? ബിസിനസ് വളരാത്തതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും, സാറേ നല്ല ജോലിക്കാരെ കിട്ടാത്തത് കൊണ്ടാണ്.
സാറേ നമുക്ക് കസ്റ്റമറെ കിട്ടുന്നില്ല. എൻ്റെ സാറേ, കോമ്പറ്റേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് റേറ്റ് കുറച്ചിട്ട് നല്ല കോമ്പറ്റേഷൻ കാരണം എനിക്ക് എൻ്റെ കച്ചവടം നടക്കുന്നില്ല. മാർക്കറ്റ് ഡൗൺ ആ സാറേ. കൊല്ലങ്ങളായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കണം ഈ വീട്. മാർക്കറ്റ് ഡൗൺ ആ സാറേ. ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ബിസിനസ് വളരാത്തതിന് കാരണം ഇതൊക്കെയാണ് കാരണം. കോതമംഗലത്തിൽ ഏതോ ഒരു സ്ഥലത്ത് ഉള്ളിലേക്ക് ഒരു വർക്ക്ഷോപ്പ്, ഒരു കാർ ഡീറ്റെയിലിംഗ് ഷോപ്പ് തുടങ്ങുന്ന സമയത്ത് ഷൈമോൻ ചിന്തിച്ചില്ല എന്തുകൊണ്ട്, എങ്ങനെയാണ് ബിസിനസ് തുടങ്ങി വെച്ചു. അത് കഴിഞ്ഞിട്ട് ആലോചിച്ചത് കയ്യിലെ കാശ് മുഴുവൻ വെച്ചിട്ട് തുടങ്ങി. എന്ത് ചെയ്യും? 3-4 വർഷങ്ങൾക്ക് മുന്നേ ബിജു സാറിന്റെ ഒരു ആഗ്രഹത്തിന് ഒരു ഐഡിയ വന്നപ്പോ സെല്ലേഴ്സിനെയും ബയേഴ്സിനെയും കൂടി ഒരുമിച്ച് കൊണ്ടുവരുന്ന ഏറ്റവും നല്ല പ്രൈസിന് ബയർക്ക് സാധനം കിട്ടാനുള്ള ഒരു കോട്ട്സൂക്ക് എന്ന് പറയുന്ന ഒരു കമ്പനി തുടങ്ങിയപ്പോൾ ബിജു സാർക്ക് അവിടെ പ്രശ്നം വന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അപ്പോൾ ഈ പറയുന്ന എല്ലാവരെയും പോലെ ബിജു സാറ് വിചാരിച്ചു മാർക്കറ്റ് ഡൗണാ, ഷൈമോൻ വിചാരിച്ചു കോമ്പറ്റീഷൻ കൂടുതലാ, കാര്യങ്ങൾ നടക്കുന്നില്ല, ആഷിക്ക് വിചാരിച്ചു എന്ത് ചെയ്താലും ആൾക്കാരെ കിട്ടുമായിരിക്കും, പക്ഷേ മാർക്കറ്റ് ഭയങ്കര പ്രശ്നമാണ്, കസ്റ്റമേഴ്സ് വില പേശിക്കൊണ്ടിരിക്കുക, നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഭയങ്കര പണിയാ. ശരിയല്ലേ? ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ ബിസിനസ് വളരാത്തതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ നിങ്ങൾക്കറിയോ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരൊറ്റ ഒന്നേ ഉള്ളൂ. ആ കാരണം എന്താണെന്നറിയോ? അത് നിങ്ങളാ. ഇത് പറഞ്ഞാൽ അംഗീകരിക്കൂല കേട്ടോ. പിന്നെ ഞാൻ കാശിറക്കി, ഞാൻ അതിൻ്റെ കൃത്യമായ ഐഡിയ വെച്ച് ഞാനത് കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ മാർക്കറ്റ് ഡൗൺ ആയതുകൊണ്ടാ. സമ്മതിച്ചിരൂല, എനിക്കറിയാം. അപ്പോ വളരെ സിമ്പിളാണ്, നിങ്ങൾ സമ്മതിച്ചേ പറ്റൂ. ഒന്നല്ല, ഒരുപാട് ബിസിനസ്സുകാരെ ഡെയിലി ജീവിതത്തിൽ കാണുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, മോസ്റ്റ് പ്രോബ്ലം ഇൻ അവർ ബിസിനസ് ഈസ് ഞാനല്ല, ശ്രീജിത്തല്ല, നിങ്ങളാ. അതിനെന്താ കാരണം എന്നറിയോ? അതിന് കാരണം നമ്മുടെയൊക്കെ ഈ ഡെസിഗ്നേഷൻ, പലരുടെയും ഡെസിഗ്നേഷൻ ഞാൻ കാണാറുണ്ട്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലേ? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, സിഇഒ. ഇതിൽ എത്ര പേര് യഥാർത്ഥത്തിൽ സിഇഒ ആണ്? ഞാൻ നിങ്ങളെ വിളിക്കുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നല്ല, ഞാൻ നിങ്ങളെ ഓപ്പറേറ്റർ എന്ന് വിളിക്കും. കണ്ടിട്ടില്ലേ? മിഷൻ ഓപ്പറേറ്റർ. എല്ലാ പണിയും അതാത് ദിവസത്തെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഓപ്പറേറ്റർ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഫയർ ഫൈറ്റർ അല്ലേ? തീവ് അണയ്ക്കാൻ വേണ്ടിയിട്ടോ പ്രോബ്ലംസ് വരുമ്പോൾ ചാടി ഇറങ്ങി ഓടുന്ന, പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൻ്റെ പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഫയർ ഫൈറ്റർ. എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് സോൾവ് ചെയ്യാൻ നടക്കുന്ന പ്രോബ്ലം സോൾവർ. നമുക്കിതിനേ നേരമുള്ളൂ. പിന്നെ എങ്ങനെ നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ആവാൻ പോകുന്നത്? വളരെ സിമ്പിളാണ്. ഇതൊന്നും അല്ല. ആക്ച്വലി ഒരു ബിസിനസ് ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്താണ്? അയാൾക്ക് 5 റോളേ ഉള്ളൂ. ഈസ് ഹാവിങ് 5 കോർ റെസ്പോൺസിബിലിറ്റീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 5 കോർ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഈ 5 കോർ റെസ്പോൺസിബിലിറ്റി വളരെ സുവ്യക്തവുമായിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ സ്ട്രാറ്റജൈസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഒരു നല്ല ബിസിനസ്സുകാരനാവും. അംബാനിയെക്കുറിച്ചും അദാനിയെക്കുറിച്ചും യൂസഫ് അലിയെക്കുറിച്ചും കൊച്ചേഴ്സ് ചിറ്റിലപ്പള്ളിയെക്കുറിച്ചും മറ്റുള്ള വലിയ വലിയ ബിസിനസ്സുകാരനെ കുറിച്ചൊക്കെ നമുക്ക് പറയുമ്പോൾ, എന്തിന് ഇന്റർനാഷണൽ ലെവലിൽ ജെഫ് ബെസോസിനെ കുറിച്ചും എലോൺ മസ്കിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് 150 ആക്കാം. ജുനൈദ് പറഞ്ഞ പോലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള റോൾ മോഡൽ ആവുകയാണ് നമ്മൾ, അല്ലെ? എലോൺ മസ്കിനെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയോ, ഇലോൺ മസ്ക് എന്ന് പറയുന്ന വ്യക്തി കയ്യിൽ കാശില്ലാത്ത കാലത്ത് സ്വന്തം ഓഫീസിന്റെ ടേബിളിൽ കിടന്നുറങ്ങിയ വ്യക്തിയാണ്, പാപ്പനായി പോയ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഐഡിയ ഇന്ന് ലോകം ഭരിക്കുന്നു. നാസ പോലും അദ്ദേഹത്തിന് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നു. ഇന്ന് അദ്ദേഹം കളിക്കുന്ന ഭൂമിയിലല്ല, അങ്ങ് ആകാശത്തേക്ക് റോക്കറ്റ് വിട്ടിട്ടാണ്. പറയുമ്പോൾ റോക്കറ്റ് ഒന്നല്ല കേട്ടോ, എന്നാലും നമ്മളിങ്ങനെ ഭയങ്കര തള്ളലാണ്.
ചില മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഇങ്ങനെ പറയുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കയറി കയറ്റി വന്നിട്ട് ഇങ്ങനെ വരും. ഒരു കാര്യമില്ല. മറ്റുള്ളവർ അതാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്നുള്ളത് നിങ്ങൾ പഠിക്കുക. അവന്റെ കഥ പഠിച്ച കാര്യമില്ല. എന്താണ് എലോൺ മസ്കിന്റെ ബിസിനസ്സിൽ അദ്ദേഹം ചെയ്ത കാര്യം? എന്തായിരുന്നു കോർ? വാട്ട് വാസ് ഹിസ് കോർ റെസ്പോൺസിബിലിറ്റി? അതിൽ 5 കോർ റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. അല്ലെ, കുറച്ചു മുന്നേ ബാവ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, വിഷൻ. 2030 നിങ്ങൾ എവിടെയായിരിക്കും? 2028 നിങ്ങളുടെ ബിസിനസ് എവിടെ എത്തിയിരിക്കും? 2026 ഡിസംബർ 31 നിങ്ങളുടെ ബിസിനസ് എവിടെയായിരിക്കും? അതൊക്കെ പോട്ട്. 2026 മാർച്ച് 31 ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നിങ്ങൾ എവിടെയായിരിക്കും? വിഷൻ. എങ്ങോട്ടാണ് നിങ്ങളുടെ ബിസിനസ് പോകുന്നത്? വേർ ആർ യു ഗോയിങ്? ഇത് പലർക്കും അറിയില്ല. ഒരുപാട് ഞാൻ ഒരു കാര്യം, എനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യം, ഇത് ഞാൻ പറഞ്ഞേ പോയേ പറ്റൂ. നമ്മുടെ നാട്ടിൽ എല്ലാ ദിവസവും ഒരുപാട് ബിസിനസ്സുകാർ ഉണർന്നു വരുന്നുണ്ട്. എസ്പെഷ്യലി സ്ത്രീകളായിട്ടുള്ള ആളുകൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പലർക്കും അവരുടെ ജോലിയിലേക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ പല സാഹചര്യങ്ങൾ കൊണ്ട് ജോലിയിലേക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങും. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തുടങ്ങുന്ന ബിസിനസ് ഒന്നില്ലെങ്കിൽ ഫുഡിനോട് ബന്ധപ്പെട്ടതായിരിക്കും, അല്ലെ, അല്ലെങ്കിൽ ഗാർമെന്റ്സിനോട്, തുണിയോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കരകൗശല വിദ്യകളായിട്ടുള്ള ബന്ധപ്പെട്ടതായിരിക്കും, ക്രാഫ്റ്റ്സിനോട് ബന്ധപ്പെട്ടതായിരിക്കും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവർ ചെയ്യുക. ഇവരെല്ലാം പറയുന്നത് ഞാൻ ബിസിനസ് തുടങ്ങി എന്നാ. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇവരിൽ പലർക്കും ആദ്യത്തെ കുറച്ച് ദിവസം സ്വന്തം സുഹൃത്തുക്കളുടെ ഭാഗത്ത് കച്ചവടം നടത്തുന്ന സമയത്ത് കുറച്ച് പൈസ ഒക്കെ കിട്ടും. 1 മാസം അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ, 6 മാസത്തേക്കൊന്നും എത്താറില്ല, സ്റ്റക്ക് നിൽക്കും. എന്താ കാരണം അറിയോ? അവരുടെ മനസ്സിൽ ഡെയിലി ഒരു വരുമാനം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുന്നത്? ഡെയിലി ഒരു വരുമാനം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. അവർക്കൊരു മാസം ഡെയിലി ഇത്ര വരുമാനം കിട്ടണം എന്ന് തുടങ്ങിയ ബിസിനസ് വയ്ക്കുന്നത് ഡെയിലി വർക്കിൽ സ്റ്റക്കായി പോവുക, അല്ലെങ്കിൽ ഡെയിലി കാര്യങ്ങൾ സ്റ്റക്കായി പോവുക. സംഭവിക്കുന്ന എന്താ? അവർക്ക് മുന്നോട്ട് എങ്ങനെ പോകണമെന്നറിയില്ല. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട 5 കോർ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച്, ആസ് എ ബിസിനസ് ഓണർ 5 കോർ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ആ 5 കോർ റെസ്പോൺസിബിലിറ്റി ആണ്. അതിലത്തെ ആദ്യത്തേതാണ് എന്ത്? വിഷൻ. ഒരു സെക്കൻഡ് ഞാനൊന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ ആളുകൾക്ക് കുറച്ചും കൂടി കാണുന്നത്, നമ്മുടെ ഒരുപാട് വിഷ്വലൈസേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്, കാണാൻ ബോർഡിലൊക്കെ എഴുതുന്നത് കാണാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ട്. അല്ലേ ബിജു സാറേ? അതെ, ഓക്കെ. ഒറ്റ സെക്കൻഡ്, ഞാൻ അതിന്റെ ഒരു ഇത് ഓപ്പൺ ചെയ്യണം. എന്തോ ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, വന്നില്ല. ഇപ്പൊ വരും. ഞാൻ സംശയം ചോദിക്കട്ടെ? ഫ്രീ ആണ്? ചോദിച്ചോ. ആരാ? അമൃതിന? ശ്യാമാണ്. പറയൂ. ഞാൻ കുറെ വിശകലനം ചെയ്ത സംഭവമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. യെസ്. പക്ഷെ ഒരു മെയിൻ പോയിന്റ് ആണ്. കാരണം നമ്മളിപ്പോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു 5-6 പേര് ഒരുമിച്ച് ചെയ്യുകയാണെങ്കിലും, അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും, നമ്മളൊരു മറ്റൊരാള് നമ്മളെ കൂടുതലുള്ള ആള് അച്ചീവ് ചെയ്താൽ ആ സമയം നമ്മൾ അതിനെ പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് പറ്റുന്നുണ്ട്. എങ്ങനെ മറ്റുള്ളവരെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വളരെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷെ വേറെ ആൾ അച്ചീവ് ചെയ്യാതെ നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ആ അച്ചീവ്മെന്റിലേക്ക് എത്താൻ പറ്റില്ല. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ അടുത്തൊരു ക്ലാസ്സിൽ വേറൊരു സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എവറസ്റ്റ് കയറിയത് വർഷങ്ങൾക്ക് മുമ്പ് ഒരാളായിരുന്നു, അതുവരെ ആരും കയറിയില്ല, അത്രയും വലിയ റിസ്ക് ആണെന്ന് പറഞ്ഞു. പക്ഷേ അത് അദ്ദേഹം കയറിയതിനു ശേഷം പിന്നെ 250 ആൾക്കാർ കയറി, കൈയില്ലാത്ത ആളും കാലില്ലാത്ത ആളും ഒക്കെ കയറി. അതുപോലെ ഒരു സംഭവം. അപ്പൊ അത് എന്തുകൊണ്ട് അങ്ങനെ വരാൻ കാരണം? ആ ഒരു ബ്ലോക്കേജ് മാറ്റാൻ എന്തു ചെയ്യണം? വെറും മൈൻഡ് സെറ്റ്. വളരെ സിമ്പിൾ ആണ് മൈൻഡ് സെറ്റ്. അല്ല, മൈൻഡ് സെറ്റ് എന്നറിയാം, പക്ഷെ അത് അങ്ങനെ ഒരു മാറ്റാൻ എന്താ നല്ലൊരു വഴി? നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം ശ്യാമ, ഇതിൽ ഏറ്റവും വലിയ ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് വളരുന്നത് കമ്പയർ ചെയ്തിട്ടാണ്.
കറക്റ്റ് ആണ്. പരസ്പരം കമ്പയർ ചെയ്തിട്ടാണ്. അതായത് നമ്മുടെ അമ്മ നമ്മളെ വളർത്തിരിക്കണം അപ്പുറത്തെ വീട്ടിലെ മറ്റേ രാജുമോനെ പോലെ അല്ല മറ്റേ നല്ലവനായ ഉണ്ണിയെ പോലെ വളരണമെന്ന് പറഞ്ഞിട്ടാ. നല്ലവനായ ഉണ്ണിയെ പോലെ അവൻ നല്ലവണ്ണം അമ്മം കഴിക്കുന്നു, നീയും നല്ലവണ്ണം അമ്മം കഴിക്കണം. അവൻ നല്ലവണ്ണം എന്താ പറയാ പഠിക്കുന്നു, നീയും നല്ലവണ്ണം പഠിക്കണം. ഇത് നമ്മുടെ ഉള്ളിലുണ്ട്. നമുക്ക് ഒരു കാര്യം പറയട്ടെ, കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഞാനിത് മറ്റേ പോയിന്റുകളിലേക്ക് വരാം കേട്ടോ, ഞാൻ ഇത് വിട്ടുപോകല്ല, എന്നാലും ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിട്ട് ഒരു പെൻഗിന്റെ കഥ ഉണ്ട്. എല്ലാ പെൻഗിനും കടല് തേടിയിട്ട് സിംഗിൾ ആയിട്ട് പോകുന്നത്, ഏഹ് സിംഗിൾ ആയിട്ട് പോകുന്നത് അല്ലെ, ഒറ്റയ്ക്ക് പോകുന്നത്? അതെ, ഒറ്റയ്ക്ക്. അതായത് എല്ലാ പെൻഗിനുകളും കടലിലേക്ക് ഭക്ഷണം തേടിപ്പോയപ്പോ ഒരു പെൻഗിൻ മാത്രം തിരിച്ച് പർവ്വതങ്ങളിലേക്ക് തിരിച്ചു നടന്നു പോയി. ആ പെൻഗിനെ കുറിച്ചായിരുന്നു ഡിസ്കഷൻ. എന്തായിരുന്നു? ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് തിരിഞ്ഞു നടന്നവനാടാ, അവൻ മറ്റുള്ളവരെ കമ്പയർ ചെയ്തില്ലടാ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ശ്യാമേ, ശ്യാം എത്ര മണിക്കാണ് രാവിലെ എഴുന്നേക്കുന്നത്? രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കുന്നത്? രാവിലെ ഒരു 5:30 6 മണി. ഓക്കെ, 6 മണിക്ക് എഴുന്നേക്കാൻ ആരാ ശ്യാമിനോട് പറഞ്ഞത്? ആരും പറഞ്ഞതല്ല, ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്നതാണ് അത്. മറ്റുള്ളവർ നടക്കുന്ന 6 മണിക്ക് എഴുന്നേക്കുന്നു, നമ്മൾ 6 മണിക്ക് എഴുന്നേക്കുന്നു. അല്ല, അതെന്താ ശ്യാം? അങ്ങനെയല്ല, കുറച്ച് സ്പിരിച്വൽ ഉള്ളതിനെ കൊണ്ട് നമ്മള് ഇപ്പൊ ലേറ്റ് ആവല്ല, അല്ലെ മറ്റേത് 7 മണി 8 ആയിക്കോട്ടെ, മണിക്ക്. ശരി. 6 മണിക്ക് മറ്റുള്ളവർ എഴുന്നേക്കൂടെ, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി ഉണ്ടാവുകൊണ്ട് ആ കാറ്റഗറിയിലുള്ള ആൾക്കാർ, എനിക്ക് ഒരുപാട് ഇതുപോലുള്ള ആൾക്കാർ ഫ്രണ്ട്സ് ഉണ്ട്, അവർ നീക്കുന്ന 5-5:30 മണിക്കാണ്. അതുകൊണ്ട് നമ്മൾ എഴുന്നേക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. 4 മണിക്ക് എഴുന്നേറ്റൂടെ? നമ്മള് കാൽക്കുലേഷൻ ഉണ്ടല്ലോ, 6 മണിക്കൂർ മിനിമം ഉറങ്ങണം എന്നുള്ളത്, 8 മണിക്കൂർ അങ്ങനെ. നേരത്തെ കിടന്നുറങ്ങിക്കൂടെ? നമ്മൾ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് വീട്ടില് വർക്ക് ടയർഡ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. ഇത്രേ ഉള്ളൂ, എന്നേ ഉള്ളൂ. ശ്യാമെ, ഞാൻ വളരെ സിമ്പിൾ ആണ്. ഇത് ശ്യാമിനെ എന്താ പറയാ, ഇത് എന്താ ഈ നിർത്തി നിൽക്കല്ല, വളരെ അല്ല, സിമ്പിൾ ആണ്. മനസ്സിലായി. നമ്മൾ നമ്മുടെ തിരക്കുകളും പ്രശ്നങ്ങളും ഇഷ്യൂസും എല്ലാവരും കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങണം എന്ന് എപ്പോൾ തീരുമാനിക്കണം അറിയോ? നമ്മളല്ല തീരുമാനിക്കണം, മറ്റുള്ളവരാ. പലപ്പോഴും നമുക്ക് ഒറ്റയ്ക്ക് നമ്മൾ 9 മണിക്ക് തീരുമാനിക്കേണ്ടത് അന്ന് ഉറങ്ങാൻ പോകാൻ തീരുമാനിച്ചാൽ നടക്കില്ല. പലപ്പോഴും ആ സമയത്ത് മറ്റുള്ള കാര്യങ്ങളിലേക്കും മറ്റുള്ള പ്രശ്നങ്ങളിലേക്കും ഒരു ഫോൺ കോൾ വന്ന് അതിന്റെ പിന്നാലെ നമ്മൾ പോകുന്നു. 6 മണിക്കൂർ ഉറങ്ങണം. ആരാ പറഞ്ഞ 6 മണിക്കൂർ ഉറങ്ങണം എന്നുള്ളത്? സന്തോഷ് ജോർജ് കുളങ്ങരയുടെ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ, 4 മണിക്കൂർ ഉറങ്ങിയാൽ മതി എന്നുള്ളത്. അങ്ങനെയല്ല, ഈ ഡോക്ടേഴ്സ് പറഞ്ഞത് നമ്മളെ സെല്ലിന്. ഇത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. വി ആർ ബീൻ കമ്പയർഡ്. നമ്മൾ ഡോക്ടർ പറഞ്ഞത് 6 മണിക്കൂറെങ്കിലും ഉറങ്ങണം, അപ്പൊ നമ്മൾ ഡോക്ടർ പറഞ്ഞ കേൾക്കും. ഇങ്ങനെ പലരും പറയുന്നത് കൊണ്ട് ഞാനതിൽ വേറെതിലേക്ക് പോകുന്നില്ല. നമ്മുടെ മൈൻഡ് സെറ്റിനെ നമ്മളല്ല പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, പലപ്പോഴും മറ്റുള്ളവരാ. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ശരി, മറ്റുള്ളവർ പറഞ്ഞു കേൾക്കണം. ആര് പറഞ്ഞു കേൾക്കണം? ബിസിനസ്സിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ആര് പറഞ്ഞു കേൾക്കണം? ബിസിനസ്സിൽ നല്ല ഉയർച്ചയിലെത്തിയ ആൾക്കാർ പറഞ്ഞു കേൾക്കണം. ഉയർച്ചയെത്തിയ വളർന്ന ആൾക്കാർ പറഞ്ഞു കേൾക്കണം. അവരെങ്ങനെ പറയണം? അവരുടെ ജീവിതം കൊണ്ട് പറയണം. ആ ജീവിതത്തിനെയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്, അല്ലെ? അവരുടെ ജീവിതത്തിനെ കുറിച്ച് ആലോചിച്ച് മോട്ടിവേറ്റ് ചെയ്യല്ല നമ്മൾ വേണ്ടത്, മോട്ടിവേറ്റ് ചെയ്യപ്പെടല്ല വേണ്ടത്. അവിടെ തന്നെ ഞാനും പറഞ്ഞത്, നിങ്ങളുടെ ബിസിനസ് ബിജുവിന്റെ ബിസിനസ് അല്ല നിങ്ങൾ ചെയ്യുന്നത്, ഷൈമോന്റെ ബിസിനസ് അല്ല നിങ്ങൾ ചെയ്യുന്നത്, മുഹമ്മദ് ബാവയുടെ അല്ല. നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അത് എവിടെ പോകുമെന്ന് തീരുമാനിക്കേണ്ട ക്ലാരിറ്റി നിങ്ങൾക്കാണ് ഉണ്ടാവേണ്ടത്. ഈ ക്ലാരിറ്റി വരുത്താനുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരാൻ പറ്റും. ആസ് എ കൺസൾട്ടന്റ് എനിക്ക് പറഞ്ഞുതരാൻ പറ്റും, ഒപ്പമുള്ള ബിസിനസ്സുകാർക്ക് പറഞ്ഞുതരാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ ബിസിനസ് എവിടെ പോകണമെന്ന് നിങ്ങളുടെ മനസ്സിന്റെ ശക്തി, നിങ്ങളുടെ ശരീരത്തിന്റെ ശക്തി, നിങ്ങളുടെ ഐഡിയ, നിങ്ങളുടെ പ്രോഡക്റ്റ്, നിങ്ങളുടെ മാർക്കറ്റ്, നിങ്ങളുടെ കോമ്പറ്റേറ്റർ, നിങ്ങളുടെ കസ്റ്റമർ, ഇങ്ങനെ വെച്ചിട്ടുള്ള കാര്യത്തിലേ മുന്നോട്ട് പോകാൻ പറ്റൂ. ദാറ്റ് ഷുഡ് ബി ഡൺ ബൈ അസ്. നമ്മുടെ തീരുമാനം നടപ്പിലാക്കേണ്ടത് നമ്മളാണ്. ആ തീരുമാനം പലപ്പോഴും മറ്റുള്ളവരാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുമ്പോൾ, ഞാൻ പറയുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ഒരു തെറ്റല്ല നല്ല കാര്യത്തിനാണെങ്കിൽ. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്ന കാര്യം എല്ലാവരും ഇവിടെ എടുക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. പക്ഷെ വേണ്ടപ്പെട്ടവർക്ക് ചിലർക്ക് വേണ്ടി വരും, അവരെടുത്താൽ മതി. വിഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്. നിങ്ങൾ 2030 2050 അല്ലെങ്കിൽ എത്ര കാലം നിങ്ങളുടെ ബിസിനസ് റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, എന്താണ് ഉദ്ദേശം, അത് എവിടേക്കാണ് പോകേണ്ടതെന്നുള്ളതിന്റെ ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഒന്നും വേണ്ട. വൈകുന്നേരം നമ്മളൊരിക്കൽ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് വീടെത്തി, ഞാൻ എപ്പോഴും ജീവനക്കാരായിട്ടുള്ള ആളുകളോട് ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് പറയുന്ന കാര്യമാണ്, ടാർഗറ്റിനെ കുറിച്ച് പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ടെൻഷനാണ്. ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് അയ്യോ ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്യാൻ പാടാന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, വൈകുന്നേരം എല്ലാ ദിവസവും വീടെത്താറുണ്ടല്ലോ അല്ലേ? എങ്ങനെ വീടെത്തുന്നത്? എവിടെയാണ് വീട് എന്നുള്ളതും എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളതും വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങൾ വീടെത്തുന്നു. വിഷനും അത് തന്നെയാണ്.
എവിടെയാണ് നിങ്ങൾ ഇന്ന് പോകേണ്ടതെന്നുള്ളതും എങ്ങനെയാണ് പോകേണ്ടതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കൃത്യമായൊരു വിഷൻ ഉണ്ടായാൽ, വിഷൻ എന്താ? കാഴ്ച. അതുണ്ടായാൽ, ക്ലാരിറ്റിയോടുള്ള കാഴ്ച ഉണ്ടായാൽ, അത് ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടേതാ. അത് നിങ്ങളുടെ ജീവനക്കാർ വന്നിട്ട് എഴുതി തരൂല, നിങ്ങളുടെ അയലോക്കക്കാർ വന്ന് എഴുതി തരൂല, നിങ്ങളെ പഠിപ്പിക്കുന്ന എന്നെ പോലുള്ള ഒരു ട്രെയിനറും നിങ്ങൾക്ക് എഴുതി തരില്ല. നിങ്ങൾ അത് ഉണ്ടാക്കണം, നിങ്ങളുടെ ഉത്തരവാദിത്തം. ഈ മാസം വരുന്ന മാർച്ച് മാസത്തിൽ എന്ത് ചെയ്യണം, ഏപ്രിൽ മാസത്തിൽ എന്ത് ചെയ്ത് എത്ര രൂപയുടെ വരുമാനം വേണം എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് മുണ്ടും മുറുക്കി എടുത്ത് പണിക്കിറങ്ങിയാൽ നടക്കും. പക്ഷേ കഴിഞ്ഞ മാസത്തെ വരുമാനം എത്രയെന്ന് അറിയാത്ത എത്രയോ പേര് ഇവിടെ ഇരിപ്പുണ്ട്. എന്തൊക്കെ വന്നു, എന്തൊക്കെ പോയി. അടുത്ത മാസം എവിടേക്ക് പോകണം, എന്ത് ചെലവ് വരണം എന്ന് ചിന്തിക്കാത്ത എത്രയോ പേര് ഇവിടെ ഇരിപ്പുണ്ട്. എന്തൊക്കെയോ ചെയ്തു, എന്തൊക്കെയോ ചെയ്യണം. നോ ഐഡിയ, നോ പ്ലാൻസ്, നത്തിങ് വിത്ത് us. ഒരു പേപ്പറിൽ പോട്ടെ, സ്വന്തം മനസ്സിൽ പോലും കൃത്യമായ പ്ലാൻ ഇല്ലാത്തവരുണ്ട്. എന്നാൽ എൻ്റെ മനസ്സിലെല്ലാം ഉണ്ട് സാർ. ചുക്കും ചുണ്ണാമ്പുമില്ല. മനസ്സിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? മറന്നു പോകും. അതെ. ഒരു പേപ്പറിൽ കടലാസിൽ എഴുതി വെക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഇല്ലെങ്കിൽ ബിസിനസ് നിർത്തുന്നതാണ് നല്ലത്. ഞാൻ പറയുന്നത് ഷാമിത്രനോടല്ല, ഇവിടെ ഇരിക്കുന്ന ചെയ്യാത്ത ആളുകളോടാണ്. റൈറ്റ് ഡൗൺ യുവർ വിഷൻ. എവിടേക്ക് പോകണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം, എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. യു ഷുഡ് ഹാവ് എ വിഷൻ. നിങ്ങൾക്ക് ഉണ്ടാവണം അത് പലപ്പോഴും പലർക്കും ഉണ്ടാവാറില്ല. ഞാൻ കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് വിഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ നടത്താറുണ്ട്. അടുത്ത വർഷം എങ്ങനെ പോകണം എന്നുള്ളത്. വളരെ കുറച്ച് പേര് മാത്രമേ ആ വർഷത്തെ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാറുള്ളൂ. എന്താ പ്രശ്നം എന്നറിയോ? മടി. രണ്ടാമത്തെ സമയമില്ല. മൂന്നാമത്തെ സാറെ തിരക്കായി പോയി. ഞാനേ കുടുംബത്തിലൊരു കല്യാണം ഉണ്ടായിരുന്നു, രാത്രി അവിടെ വൈകുന്നേരം ഒന്ന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു, ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല, എഴുതി വെക്കാൻ പറ്റിയില്ല ഇന്നത്തെ ചെലവും കാര്യങ്ങളും, എങ്ങോട്ടാ പോകണം എന്നുള്ളത്. ജെയ്സൺ ലൈനിലുണ്ടോ? ട്രെയിനിലാ അല്ലേ? സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, നോ പ്രോബ്ലം, കുഴപ്പമില്ല, ഞാൻ വരാം. അപ്പൊ സിമ്പിൾ ഇത്രേ ഉള്ളൂ. ആ വിഷൻ ഉണ്ടാക്കണം, അത് എങ്ങടെ പോകണ്ടെന്നുള്ള ക്ലാരിറ്റി വരുത്തണം. ഷൈമോനെ, കഴിഞ്ഞ വിഷനിൽ ആ ക്ലാരിറ്റി കിട്ടിയിരുന്നോ? എന്താ ഉണ്ടായി ഒന്ന് പറഞ്ഞുവോ? മിഷനിലെ ക്ലാരിറ്റി കിട്ടി. ഓരോ മാസം അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റ് എഴുതി വെച്ചു. ആദ്യമായിട്ട് എഴുതിയത് കഴിഞ്ഞ മാസമായിരുന്നു. ആ ടാർഗറ്റും കഴിഞ്ഞ് അച്ചീവ് ചെയ്യാൻ പറ്റി. ഞാൻ വീണ്ടും പറയുന്നു, ഷൈമോൻ എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഷൈമോൻ വലിയ സംഭവമൊന്നുമല്ല, അല്ലെങ്കിൽ സാധാരണക്കാരനായ ഒരു ബിസിനസ്സുകാരനാണ്. ഭയങ്കര എക്സ്ട്രാ കരിക്കുലർ, എക്സ്ട്രാ ഓർഡിനറി അങ്ങനെയൊന്നും പറയാനില്ല. കണ്ട ഭയങ്കര ക്രൂരനാ തോന്നുമെങ്കിൽ ആള് ഭയങ്കര പാവാ. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് പുള്ളിയുടെ വരുമാനം 5000 രൂപയാണെന്ന് എൻ്റെ ഓർമ്മ. ഇല്ല ഷൈമോ? 5000 സംതിങ് ആണെന്നാണ്. 20,000. അത് കഴിഞ്ഞ മാസം ഒരു 5 ഇരട്ടി 6 ഇരട്ടി ആയിട്ടുണ്ട്. അത് എനിക്കും ബിജു സാർക്കും അതിന്റെ കൃത്യം കണക്ക് ഞങ്ങളുടെ അടുത്തുണ്ട്. എങ്ങനെയാ? ഷൈമോൻ എഴുതി വെച്ചു. ഞങ്ങളൊരു AI ടൂള് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി. ബിസ് ഗ്രോത്ത് എന്ന് പറയുന്ന AI ടൂള് നമ്മുടെ ഇതായിരിക്കുന്ന ആഷിക്കാണ് ഉണ്ടാക്കിയത്. ആ ടൂള് വെച്ചിട്ട് ഷൈമോൻ കൃത്യമായിട്ട് വർക്ക് ചെയ്യും. എനിക്ക് നോക്കിയാൽ അറിയാം ഷൈമോൻ എങ്ങനെയാ ചെയ്യുന്നത്. ഡെയിലി അപ്ഡേഷനാണ്. കൃത്യമായിട്ട് ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോകുന്നത് കൃത്യമായിട്ട് എഴുതി വെക്കുന്നു. എവിടേക്കാ പോകണ്ടെന്ന് അറിയാം. ടാർഗറ്റ് അച്ചീവ്ഡ്, ടാർഗറ്റിനെ ക്രോസ് ചെയ്തു. ദാറ്റ്സ് എ ഫസ്റ്റ് കോർ റെസ്പോൺസിബിലിറ്റി. അല്ലാണ്ട് ഷട്ടർ വെക്കാൻ പോക്കല്ല, ചായ വാങ്ങാൻ പോവല്ല. മേക്ക് യുവർ വിഷൻ ഫസ്റ്റ്. സെക്കൻഡ് വൺ, സ്വാഭാവികമായിട്ടും വിഷൻ എന്ന് പറയുന്ന സമയത്ത് പിന്നെ ഇതൊക്കെ നടക്കണ കാര്യമാണോ? സെക്കൻഡിന്റെ പേര് സ്ട്രാറ്റജി എന്നാ. ഞാൻ എഴുതുന്നത് കാണുന്നുണ്ടല്ലോ അല്ലെ? യെസ്. നിങ്ങളുടെ ബിസിനസ് എങ്ങനെ വളരും? സ്ട്രാറ്റജി, തന്ത്രം. എന്താണ് സ്ട്രാറ്റജി? എങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിനെ പിച്ച് ചെയ്യേണ്ടത്? എങ്ങനെയാണ് നമ്മൾ നമ്മുടെ മാർക്കറ്റിംഗ് പിച്ച് ചെയ്യേണ്ടത്? എങ്ങനെയാണ് നമ്മുടെ സെയിൽസ് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്? നമ്മുടെ ഫിനാൻസ് എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യണം? നമ്മുടെ പ്രോഡക്റ്റ് കോമ്പറ്റേറ്ററെ ക്രോസ് ചെയ്യാൻ, അവർക്ക് മുകളിൽ വിൽക്കാൻ നമ്മൾ എന്ത് ചെയ്യണം?
ദാറ്റ്സ് കോൾഡ് സ്ട്രാറ്റജി. നമ്മുടെ ബിസിനസ് എങ്ങനെ മുന്നോട്ട് പോകണം, ദാറ്റ്സ് കോൾഡ് സ്ട്രാറ്റജി. നമ്മുടെ ടീമിനെ കൊണ്ട് എങ്ങനെ ജോലി ചെയ്യിപ്പിക്കണം, ദാറ്റ്സ് കോൾഡ് സ്ട്രാറ്റജി. ഏത് ടൈപ്പുള്ള ആളുകളെ, ഏത് ടൈപ്പുള്ള ടീമിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം, ദാറ്റ്സ് കോൾഡ് സ്ട്രാറ്റജി. എന്ത് പഠിക്കണം, എന്ത് പഠിക്കരുത്, എന്ത് എക്സിക്യൂട്ട് ചെയ്യണം, എന്ത് എക്സിക്യൂട്ട് ചെയ്യരുത് എന്നുള്ളത് പോലും സ്ട്രാറ്റജിയാണ്. നിങ്ങൾ ഇന്ന് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ സ്ട്രാറ്റജിയാണ്. കാരണം ഇവിടുന്ന് വരുന്ന ഈച്ച് ആൻഡ് എവരി പോയിന്റുകളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പോയിന്റുകളൊന്നും നിങ്ങൾ മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ചില പോയിന്റുകളിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും, മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ദാറ്റ്സ് കോൾഡ് സ്ട്രാറ്റജി. എനിക്കറിയാം, കഴിഞ്ഞ 530 ദിവസമായിട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറാജ് ഉമ്മറിനും ഇന്നൊരു പോയിന്റ് കിട്ടിയിരിക്കണം. അതിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്ത ക്ലാസ് ആയ സിറാജ് അപ്പുറത്തിരുന്ന് പറയും, ഇത് ആ ക്ലാസ്സിൻ്റെ റിപ്പീറ്റ് അല്ലേന്ന്. പരമാവധി ടോപ്പിക്കുകളിൽ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരാതിരിക്കുക. അഥവാ എടുക്കുന്ന റിപ്പീറ്റ് ആണെങ്കിൽ അതിற்கு മുകളിൽ നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുക. അതാണ് ഞാൻ ചെയ്യാറുള്ളത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സ്ട്രാറ്റജി നിങ്ങൾ തീരുമാനിക്കണം. എങ്ങനെ പോകണം, നിങ്ങൾ എങ്ങനെയാണ് വളരാൻ തീരുമാനിച്ചിരിക്കുന്നത്, എന്തുകൊണ്ട് വളരണം. ജുനൈദ് പറഞ്ഞു, ജുനൈദിന് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു റോൾ മോഡൽ ആയിട്ടിരിക്കാനാണ് താല്പര്യം, അല്ലേ? എന്നാൽ വേറെ പലരും പറഞ്ഞു ലീഡർ ആവണം, അതാണ് ബിസിനസ്സുകാരൻ. ചിലർ പറഞ്ഞു പ്രോഫിറ്റ് ഉണ്ടാവണം, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പ്രോഫിറ്റ് ഉണ്ടാവണം, അതാണ് കച്ചവടക്കാരൻ. ഡിസൈഡ് യുവർ സ്ട്രാറ്റജി, പ്ലാൻ യുവർ സ്ട്രാറ്റജി, ദാറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? കുറച്ച് സ്പീഡ് കൂടിയിട്ടുണ്ട്, കാരണം തുടക്കത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകാനുണ്ട്. ഓക്കെ, സോ മൂന്നാമത്തെ പോയിന്റിലേക്ക് പോയിക്കോട്ടെ ഞാൻ. മൂന്നാമത്തെ പോയിന്റ്, സ്ട്രാറ്റജി കഴിഞ്ഞു, വിഷൻ കഴിഞ്ഞു. മൂന്നാമത്തെ പോയിന്റ്, മൂന്നാമത്തെ കോർ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ബിസിനസ് പേഴ്സൺ, ദാറ്റ്സ് കോൾഡ് പീപ്പിൾ. പീപ്പിൾ ഹൂ വിൽ എക്സിക്യൂട്ട് ഇറ്റ്. ഞാൻ ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കുന്ന സമയത്ത് എൻ്റെ ശബ്ദം ഞാൻ ഇവിടെ രണ്ട് കാര്യത്തിലേ ഇടപെട്ടിട്ടുള്ളൂ. എന്താണെന്നറിയോ? ഒന്ന്, ഞാൻ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കി, ബിസിനസ് മന്ത്ര എന്ന് പറയുന്ന ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു അതും ഞാനല്ല ക്രിയേറ്റ് ചെയ്തത്, എൻ്റെ പാർട്ട്ണർ നിഷയാണ് ക്രിയേറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ രാത്രി ഞാനൊരു വോയിസ് മെസ്സേജ് ഇട്ടു. ഇടയ്ക്ക് എപ്പോഴോ ഏതോ ഒരാൾക്ക് എന്താ പറയുക റിപ്ലൈ കൊടുത്തു തോന്നുന്നുണ്ട്. അതല്ലാതെ ഞാൻ ഇവിടെ ഇരിക്കുന്ന ജുനൈദിനെയോ മുഹമ്മദ് ബാവയോ നേരിട്ട് വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ മുഹമ്മദ് ബാവ ഇവിടെ വന്നു, എന്നെ പരിചയപ്പെടാൻ ഇങ്ങോട്ട് വന്നു, പരിചയപ്പെട്ടു, സംസാരിച്ചു. ലിങ്കാണ്, അപ്പൊ ജോയിൻ ചെയ്യുമ്പോൾ എന്റെ പേരായിരിക്കും കാണിക്കുന്നത്, പേര് മാറ്റിയിട്ടാൽ മതി. ഇതിലൊന്നും ക്ലിയറാണോ ഞാൻ പറയുന്നത്? പീപ്പിൾ, ആളുകളെ എങ്ങനെ നിങ്ങളുടെ വിഷനിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കണം എന്നുള്ളതാണ് ബിസിനസ്. ബിസിനസ് മാനേജ്മെന്റ് ഈക്വൽ ടു പീപ്പിൾ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു വലിയ ഫോർമുലയുണ്ട്. നിങ്ങളുടെ വിഷൻ, അത് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള നിങ്ങളുടെ സ്ട്രാറ്റജി, ആ സ്ട്രാറ്റജിയെ എങ്ങനെ പീപ്പിളിനെ വെച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്യും, ആളുകളെ വെച്ച് എക്സിക്യൂട്ട് ചെയ്യും. ഒരു കാര്യം ഞാൻ പറയാം, ഒറ്റയ്ക്ക് ഈ ലോകത്തിൽ ഒരു ബിസിനസ്സും വളർന്നിട്ടില്ല. ആളുകളെ എടുക്കാൻ, ആളുകളോട് അവരെ കൊണ്ട് നിങ്ങൾക്ക് പണിയെടുപ്പിക്കാൻ, ഡെലിഗേറ്റ് ചെയ്യിപ്പിക്കാൻ, അവരുടെ ജോലിയെ എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കാൻ കഴിവുള്ള ഒരാളായിരിക്കണം ഒരു ബിസിനസ്സുകാരൻ. ഞാനിത് പറയുമ്പോൾ ആൾക്കാരിക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്, വെറുതെ സിമ്പിളൊന്നല്ല. ഞാൻ വളരെ കാര്യമായിട്ട് പറയാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വേണ്ട സ്കില്ലായിരുന്നു കമ്മ്യൂണിക്കേഷൻ, ആളുകളോടുള്ള ഇടപെടലുകൾ, റിലേഷൻഷിപ്പ്. ഇത് എവിടെയും പഠിച്ചിട്ടില്ല നമ്മൾ. 1-ാം ക്ലാസ് തൊട്ട് പ്ലസ് 2 വരെയും ഡിഗ്രി വരെയും കേരളത്തിലെ സിലബസിലോ കേരളത്തിന് പുറത്ത് ചില സംസ്ഥാനങ്ങളിലെ സിലബസിലോ അത് പഠിച്ചിട്ടില്ല. അതെനിക്ക് ഉറപ്പാണ്. എല്ലായിടത്തും ഉണ്ടെന്ന് എനിക്കറിയില്ല. ആളുകളോട് എങ്ങനെ ഇടപെടണം, ആളുകളെ കൊണ്ട് എങ്ങനെ ഉപയോഗിക്കണം, നമ്മൾ പഠിച്ചിട്ടില്ല. ഉണ്ടോ? ആ അറിയാത്ത നമ്മളാണ് 19 വയസ്സുള്ള ആഷിഖ് മുഹമ്മദിനോട് മറ്റേ തന്ത വൈബ് കാണിച്ചു കഴിഞ്ഞാൽ ആഷിഖ് മോർത്ത് ഇപ്പൊ ഒരു പുച്ചടിക്കും. മറ്റേ വാട്സപ്പിലൊരു മറ്റേ പുച്ഛത്തിന്റെ സ്മൈലിങ് വരും.
ഒന്ന് പോടാ എങ്ങായിന്ന്. എന്നിട്ട് പറയും എന്തറിയോ, ഇപ്പോഴത്തെ തലമുറയുണ്ടല്ലോ പറഞ്ഞ കേൾക്കൂല. എന്തേ നമ്മുടെ പ്രശ്നമായത്? എന്റെ ജോലി എനിക്ക് വേണ്ടിയിട്ട് എന്റെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ആഷിക്കിന് സാധിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ കഴിവ്. ഞാൻ എങ്ങനെയാണ് ആഷിക്കിന് അത് ഉപയോഗിക്കുന്നുള്ളതാ. അവനത് നന്നായി ചെയ്താൽ എന്റെ കഴിവാ, മോശമായാലും എന്റെ കഴിവാ. അവനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ എനിക്ക് സാധിച്ചില്ല, അവന്റെ സ്കില്ലുകള് എനിക്ക് ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് എന്റെ കഴിവ് കേടാ. അത് പലപ്പോഴും മനസ്സിലാവില്ല. ഇന്നത്തെ തലമുറ വളരെ മോശമാണ്, പീപ്പിൾ മോശമാണ്, ആൾക്കാരെ ജോലിക്ക് കിട്ടുന്നില്ല, ആൾക്കാർ വർക്കൗട്ട് ആകുന്നില്ല. എന്താണെന്നറിയില്ല, ഒരൊറ്റ ഒന്ന് പണിക്ക് നിൽക്കുന്നില്ല. സി, നിങ്ങളെ കണ്ടാ നിങ്ങളുടെ ജോലിക്കാർ വളരണത്. നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടുള്ള സിസ്റ്റം ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള പോളിസികൾ ഇല്ലെങ്കിൽ, നിങ്ങൾക്കൊരു കൃത്യമായിട്ടുള്ള വിഷൻ പ്ലാൻ ഇല്ലെങ്കിൽ, ഗ്രോത്ത് പ്ലാൻ ഇല്ലെങ്കിൽ, അവൻ അവന്റെ പാട്ടിന് പോവും. അവന് വേണ്ടത്, ഇന്നത്തെ തലമുറയ്ക്ക് പ്രത്യേകിച്ച് അവന് വേണ്ടതേ വളരാൻ ആഗ്രഹിക്കുന്നവരെയാ, അവന് മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കുന്നവരെയാ. വഴി ചുറ്റി നിൽക്കുന്നവരുടെ വിരല് പിടിച്ചിട്ട് മുന്നോട്ട് നടക്കാമെന്ന് പറയുന്ന വിഡ്ഢിത്തരൊന്നും ഇന്നത്തെ തലമുറ കാണിക്കൂല. അപ്പൊ നിങ്ങൾക്ക് ആളെ കിട്ടുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്. നിങ്ങളുടെ പെരുമാറ്റത്തിൽ എന്തോ പ്രശ്നമുണ്ട്, നിങ്ങളുടെ പ്ലാനിൽ എന്തോ പ്രശ്നമുണ്ട്. അത് മാറ്റിയിട്ട് കൃത്യമായിട്ട് ഇതെങ്ങനെയാ പീപ്പിൾ മാനേജ്മെന്റ്, ആളുകളെ എങ്ങനെ നമുക്ക് ഡീല് ചെയ്യാം, അതിന് എന്ത് ചെയ്യണം, പഠിക്കണം. ഇല്ലേ ബിജു സാറേ? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? എത്ര ആൾക്കാരെ നമ്മൾ മനസ്സിലാക്കി. ജെൻസി തലമുറ ഇപ്പൊ നമ്മൾ നടത്തുന്നത്. ഇന്ന് രാവിലത്തെ ക്ലാസ് എന്തായിരുന്നു? ദ സൈക്കോളജി ഓഫ് സ്റ്റാഫ്, ടീം മെമ്പർ. അതിൽ ആദ്യം പറഞ്ഞ സാധനം എന്താ? ദേ നീഡ് ക്ലാരിറ്റി, ദേ നീഡ് റെക്കഗ്നിഷൻ. ഇത് വർക്കൗട്ട് ചെയ്യണം നമ്മൾ. നമുക്കത് അറിയില്ലെങ്കിൽ ആരെങ്കിലും ചെയ്യുന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയും. ഈ ടെലികോളിംഗ് ടെക്നിക്സുകൾ പഠിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ. ടെലികോളേഴ്സിനെ പഠിപ്പിക്കുന്ന ഒരാളാണ് സ്ഥിരമായിട്ട്. ഇപ്പൊ നാളെ രാവിലെ എനിക്ക് ട്രെയിനിങ് ഉണ്ട്. ടെലികോളേഴ്സിനെ പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എല്ലാവരും വിളിക്കുന്നത് സുധീഷ് അല്ലേ, സുധീഷിന്റെ വീടല്ലേ, അതെ ഞാനേ വിളിക്കുന്നത് ഇന്ന കമ്പനിയിൽ നിന്നാണ് എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരുപാട് ടെലികോളേഴ്സ് ഉണ്ട്. അവർക്കൊന്നും കൺവേർഷൻ പോരാ, കച്ചവടം പോരാ. മറിച്ച് വളരെ കാഷ്വൽ ആയിട്ടോ അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കുന്ന ചില, വ്യത്യസ്തമായി സംസാരിക്കുന്ന ചിലരുണ്ട്, അവർക്ക് നന്നായിട്ട് കച്ചവടം ഉണ്ട്. എന്താ വ്യത്യസ്തം എന്നറിയോ? ആദ്യത്തെ ആൾക്കാർ ഇഷ്ടമല്ലാതെ, ഒരാൾക്കും ഇഷ്ടമല്ലാത്ത അതേ പാത എപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. ചിലര് ഇഷ്ടമുള്ള രീതിയിൽ പാത പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. ജുനൈദ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പീപ്പിൾ മാനേജ്മെന്റ് എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി പീപ്പിളിനെ റിക്രൂട്ട് ചെയ്യുക, പീപ്പിളിനെ ട്രെയിൻ ചെയ്യുക, പീപ്പിളിനെ ഗ്രോ ചെയ്യുക, പീപ്പിളിനെ റെക്കഗ്നൈസ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ കമ്പനി അവൻ വളർത്തിക്കൊള്ളും. ഇത് പലർക്കും അറിയില്ല. നമ്മളൊരാളെ എടുക്കുമ്പോഴേ ദൈവമേ ചെലവ്, ഈ മാസത്തെ ശമ്പളം നമ്മൾ തലയ്ക്ക് ചെലവ്, നമ്മൾ ശമ്പളം കൊടുക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നിങ്ങളുടെ ജോലി 1000 രൂപ ഒരു മണിക്കൂറിന് നിങ്ങൾക്ക് ചെലവുള്ളപ്പോൾ 100 രൂപ ഒരു മണിക്കൂർ ചെലവുള്ള ഒരുത്തനെ വിളിച്ചിട്ട് ആ 900 രൂപ ഞാൻ ലാഭിക്കുകയാണെന്നും ആ 100 രൂപ അവനെ കൊണ്ട് പണിയെടുപ്പിക്കണം എന്നുള്ളതും മനസ്സിലാക്കുമ്പോൾ ഒരു ബിസിനസ്സുകാരൻ ജനിക്കും. അല്ലെങ്കിൽ അവൻ ഈ പറയുന്ന ബിസിനസ് ഓണർ ചെലവ് ചുരുക്കിയിട്ട് ഇത് എനിക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ, ഞാൻ ചെയ്തോളാം. ഒരു ഡിസൈൻ അല്ലേ, അതൊക്കെ എനിക്ക് വരയ്ക്കാൻ അറിയാം, അതിനിപ്പോ എന്തിനാ ഒരു ആളെ വെക്കുന്നത്? ഓ, ആ ഒരു കാര്യം ചെയ്യാൻ, അവിടെ പോയിട്ട് ആ ഡെലിവറി ചെയ്യാൻ ഞാൻ പൊക്കോളാം, അതിനെന്താ ഇപ്പൊ ഇത്ര ബുദ്ധിമുട്ട്? ഓ, ക്യാഷിലിരിക്കാപ്പൊ എന്തിനാ ഒരാള്, ഞാൻ തന്നെ ഡീൽ ചെയ്തോളാം. സെയിൽസിന് ഇപ്പൊ എന്തിനാ ആള്, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ 10 തലയും 10 കൈയും 10 കാലുമുള്ള രാവണനേക്കാൾ, രാവണന് 10 തല മാത്രമേ ഉള്ളൂ, 2 കൈയേ ഉള്ളൂ, പക്ഷെ അതിനേക്കാൾ വികൃതമായ ഒരു രൂപമായിരിക്കും. അവസാനം ഒന്നും നടക്കൂല. വലത്തെ കൈ പറയുന്നു, ഇടത്തെ കൈ വേറെ ചെയ്യും, ഒന്നും നടക്കില്ല. സോ please understand your core responsibility. The third core responsibility is people who will execute your business. The fourth one, നാലാമത്തെ സാധനം എന്ന് പറയുന്നത് ഡാറ്റ ഓർ നമ്പർ. എനിക്കൊരു ചോദ്യമുണ്ട്, ചാറ്റിലേക്ക് വരണം എല്ലാവരും. കഴിഞ്ഞ മാസം നിങ്ങളുടെ ടോട്ടൽ ബിസിനസ് എത്ര രൂപയായിരുന്നു റവന്യൂ, എത്ര രൂപയായിരുന്നു ഗ്രോസ് പ്രോഫിറ്റ് എന്ന് അറിയുന്നവര് ഒന്ന് യെസ് നടിച്ചേ. നോ നടിക്കണ്ട, എനിക്കറിയാം നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളത്. നോ, യെസ് അടിക്കാത്തവനൊക്കെ നോ ആണ് കേട്ടോ. 3, 4,
5, 6, 7, 8, 9, 10. ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു ബിജു സാറേ, ഇവിടെ ഇരിക്കുന്ന ഏകദേശം 80 പേരിൽ 20% കൂടുതൽ ആളുകൾക്ക് ഈ പറയുന്ന സാധനം ഉണ്ടാവില്ല. വെറുതെ ഇട്ടിട്ടൊന്നും തൊലാക്കണ്ട, അറിയെങ്കിൽ മാത്രം ഇട്ടാൽ മതി. സ്വന്തം വരുമാനം, കമ്പനിയുടെ വരുമാനം എന്താന്നുള്ളതും, ഈ കമ്പനിയിൽ എത്ര ലീഡ് വന്നിട്ടുണ്ട്, എത്ര സെയില് നടന്നു, എത്ര പുതിയ കസ്റ്റമറെ കിട്ടി, എത്ര എന്താ പറയാ എക്സിസ്റ്റിംഗ് കസ്റ്റമറെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റി, ഇതൊന്നും അറിയില്ല. എത്ര പേര് എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ എല്ലാ മാസത്തിലും ഒരു റിവ്യൂ നടത്താറുണ്ട്? നിങ്ങളുടെ സെയിൽസുകാരനോട് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സിക്യൂട്ടീവിനോട് വാട്ട് വെന്റ് വെൽ, വാട്ട് വെന്റ് റോങ്, വാട്ട് കുഡ് ബി ഇംപ്രൂവ്, വാട്ട് ആർ ദ ബോട്ടിൽ നെക്സ്, ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കാറുണ്ട്. എന്തൊക്കെ നല്ല കാര്യങ്ങൾ നടന്നു, റിപ്പീറ്റ് ഇറ്റ്. എന്തൊക്കെ മോശം കാര്യങ്ങൾ നടന്നു, റിപ്പയർ ഇറ്റ്. രണ്ട് കാര്യം ചോദിക്കുക അറ്റ്ലീസ്റ്റ്. എന്ത് നല്ലത് നടന്നു, എന്ത് മോശം നടന്നു എന്നുള്ളത്. എന്തൊക്കെ ഇംപ്രൂവ് ചെയ്യാമായിരുന്നു, എന്തൊക്കെ ബോട്ടിൽ നെക്സ് ഉണ്ട്. ബോട്ടിൽ നെക്സ് പറഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ, നമുക്ക് ഒഴിവാക്കാനാവാത്ത കുപ്പിക്കഴുത്തുകൾ നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കണോ. ദാറ്റ് ഈസ് യുവർ കോർ റെസ്പോൺസിബിലിറ്റി. അല്ലാതെ രാവിലെ എഴുന്നേറ്റ് ചെന്നിട്ട് ഏതെടുത്താലും 10 നടത്തുന്ന രീതിയിലുള്ള ബിസിനസ് നടത്തിക്കൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്താൻ സാധിക്കില്ല. ഡെയിലി വർക്ക് ചെയ്തിട്ട് ഡെയിലി ഫയർ ഫൈറ്റർ ആയി കഴിഞ്ഞാൽ യു കനോട്ട് ഗ്രോ യുവർ കമ്പനി, യു കനോട്ട് ഡെവലപ്പ് യുവർ കമ്പനി. 100% യു കനോട്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാര്യങ്ങളാണ്, അല്ലാണ്ട് ഡെയിലി ഇരുന്നിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതല്ല. ക്യാഷ് കൗണ്ടറിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ കച്ചവടക്കാരനായിന്ന് വേറെ ഏതോ ഒരുത്തൻ അങ്ങനെ ചെയ്തു എന്ന് കരുതി നിങ്ങൾ എന്തിനാണ് ചെയ്യണേ? നിങ്ങൾ ഈ കമ്പനി അടുത്ത ബ്രാഞ്ചും പിറ്റത്തെ ബ്രാഞ്ചും അതിന് അപ്പുറത്തെ ബ്രാഞ്ചും വളർത്ത്. കമറുദ്ദീൻ ദുബായില് വരട്ടെ, ഇനിയും ബ്രാഞ്ചുകൾ വരട്ടെ, പുതിയ പുതിയ ബ്രാഞ്ചുകൾ വരട്ടെ. ക്യാഷ് കൗണ്ടറിൽ ഇരിക്കലല്ല, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ പിന്നിലിരിക്കലല്ല നമ്മുടെ ജോലി. നമ്മുടെ ജോലി വിഷൻ ഉണ്ടാക്കണം, സ്ട്രാറ്റജി ഉണ്ടാക്കണം, പീപ്പിളിനെ മാനേജ് ചെയ്യണം. എല്ലാ ദിവസവും വരുന്ന കച്ചവടം എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ്, കഴിഞ്ഞൊരു 6 മാസത്തെ ഇത് എങ്ങനെയാണ്, ട്രാക്ക് എങ്ങനെയാണ് പോണത്, ഗ്രാഫ് എവിടേക്കാണ്, ഗ്രോത്ത് ആണോ ഡൗൺ ആണോ, അടുത്തൊരു 6 മാസം എങ്ങനെ പോകണം, പ്ലാൻ ഇറ്റ്. ഇന്നിപ്പോ 10 രൂപയുടെ കച്ചവടം നടക്കണം എന്ന് രാവിലെ വിചാരിച്ചിട്ട് അതിനെക്കുറിച്ച് മാത്രം ആലോചിക്കുകയാണെങ്കിൽ നോ ബഡി ക്യാൻ ഗ്രോ. സീരിയസ്ലി, നോ ബഡി ക്യാൻ ഗ്രോ. വളരാൻ പറ്റില്ല. നിങ്ങളത് മനസ്സിലാക്ക്. ഇത് പറയുമ്പോൾ പലരും വിചാരിക്കും എന്നെ കൊണ്ട് പറ്റില്ല സാറേ, ഇതൊന്നും നടക്കണ കാര്യമല്ല. നടക്കണ കാര്യമാണ്. വളർന്നവരൊന്നും നിങ്ങളെക്കാൾ വളരെ വലിയ കഴിവുള്ളവരൊന്നും അല്ല. അവർക്ക് 2 കൈയും 2 കാലും 1 തലയൊക്കെ തന്നെ ഉള്ളൂ, അഡീഷണൽ ഒന്നും ഇല്ല. ഒരു ഡാറ്റ എന്താണ്, ആ ഡാറ്റ റീഡ് ചെയ്യാൻ പഠിക്കുക. എത്ര ലീഡ് വന്നിട്ടുണ്ട്, എനിക്ക് ഈ മാസം ഇത്ര രൂപയുടെ കച്ചവടം വേണം, അത് വരാൻ ഇത്ര കസ്റ്റമേഴ്സ് വരണം, ഈ കസ്റ്റമേഴ്സിനെ കിട്ടാൻ എനിക്ക് കഴിഞ്ഞ 6 മാസങ്ങളിൽ 10% കൺവേർഷൻ ആണുള്ളത്, ലീഡ് കൺവേർഷൻ ആണുള്ളത്. അത് കിട്ടണമെങ്കിൽ എനിക്ക് ഇത്ര ലീഡ് കിട്ടണം, അതിന് ഞാൻ ഇത്ര രൂപ സ്പെൻഡ് ചെയ്യേണ്ടി വരും, അതിനു വേണ്ട മാർക്കറ്റിംഗ് ഞാൻ ചെയ്യേണ്ടി വരും എന്ന് ആലോചിച്ച് ചെയ്യലാണ് ബിസിനസ് അപ്പാ. അല്ലാണ്ട് നിങ്ങൾ ദാരിദ്ര്യത്തിൽപ്പെടും, ബുദ്ധിമുട്ടില്, സാമ്പത്തിക നഷ്ടത്തില്, കോടതി, ലോണ്, ബാങ്ക് പ്രശ്നങ്ങൾ, ഇഷ്യൂസ്. എത്ര പേരറിയോ, ഇന്നലെ രാത്രി പോലും എനിക്ക് കോള് വന്നിട്ടുണ്ട്, ഇന്ന് പകല് പോലും എനിക്ക് കോള് വന്നിട്ടുണ്ട്, എല്ലാ ദിവസവും കോള് കേൾക്കാണ്. സാറേ എന്റെ കയ്യിൽ നിന്ന് പോയി, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എനിക്ക് എന്റെ അവസാനം ഞാൻ ചോദിക്കും എന്താ നിങ്ങളുടെ കണക്ക് എവിടെ? ഇല്ല സാർ. അവസാനം ഒരു ഡയലോഗ്, അതേ എനിക്ക് ബിസിനസ് അറിയില്ല സാർ. ബിസിനസ് അറിയില്ലെങ്കിൽ പഠിക്കേ. നമ്മൾ തന്നെ എത്രയോ ഫ്രീ ക്ലാസ്സുകളും കാര്യങ്ങളും നടത്തുന്നു. ഇനി കാശില്ലാഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി, ഓഫീസിന് വേണ്ടിയിട്ട് എത്രയോ ലക്ഷങ്ങൾ നിങ്ങൾ ചെലവാക്കുന്നു, എത്രയോ ലക്ഷങ്ങൾ നിങ്ങൾ ചെലവാക്കുന്നു. അതിൽ 1% നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക, പഠിക്കാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നോട്? ഇല്ല. ദേഷ്യം വരണ്ടെങ്കിൽ പറയണം കേട്ടോ.
ഞാൻ ഇത്ര വലിയ ക്രൂരനായിട്ടുള്ള ആളൊന്നുമല്ല, ഇങ്ങനെ വളരെ ചീത്ത വിളിക്കുന്ന ആളാണ്. കമറുദ്ദീനൊക്കെ അറിയാം, എൻ്റെ കുറേ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ ഞാൻ പറയണത് എന്തറിയോ, ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ അപ്പുറത്ത് പോയിരുന്നിട്ട് വേറൊരുത്ത് പറയും, ഇതൊക്കെ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല എന്ന്. ഇപ്പൊ തന്നെ ഇവിടെ വീഡിയോ ഓണാക്കാത്ത എന്തുകൊണ്ടറിയോ, അവിടെ ഇരുന്നിട്ട് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക, അപ്പുറത്ത് അടുക്കളയിൽ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. ഈ പറയുന്ന കാര്യത്തിന് പ്രയോറിറ്റി കൊടുക്കപ്പാ. ഞാൻ പറയുന്ന കാര്യത്തിന് അറ്റ്ലീസ്റ്റ് നോട്ട് ചെയ്യേ, നാളെ നോക്ക്, ചിന്തിക്ക്. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും, ഞാൻ ഈ 5 ദിവസങ്ങൾ എനിക്ക് വേറെ പണിയില്ലാണ്ടൊന്നുമില്ല, 5 ദിവസങ്ങൾ ഞാൻ എന്തുകൊണ്ടാണ് എനിക്ക് വരുന്ന പല കോളുകളും ഞാൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 5 ദിവസം ക്ലാസ് എടുക്കുന്നത്. സീരിയസ്ലി. ക്ലിയർ? സോ 5ാമത്തെ കോ റെസ്പോൺസിബിലിറ്റിക്ക് നമ്മൾ പോണു. 5ാമത്തെ കോ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഡിസിഷനാണ്, തീരുമാനം. ശ്യാംജിത്ത് കഴിഞ്ഞ കുറച്ചു നേരം മുന്നേ ചോദിച്ചൊരു കാര്യമുണ്ട്, എന്താണ് സാറേ അവരങ്ങനെ ചെയ്യുന്നു നമ്മൾ ഇങ്ങനെ ചെയ്യുന്നില്ല. ശ്യാംജിത്തെ, അതിനുള്ള ആൻസറാണ് ഈ സാധനം, ഡിസിഷൻ. നമ്മുടെ കമ്പനി എവിടേക്ക് പോകണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ഈ ക്ലാസ് എങ്ങനെ എടുക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കണം. ഇതിലെ ടോപ്പിക് എന്താണെന്നുള്ളത് ഞാൻ തീരുമാനിക്കണം. എൻ്റെ ബിസിനസ് എങ്ങനെ പോകണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കണം. ഇന്ന് രാവിലെ ഞാനും നമ്മുടെ മുനീർജിയും കൂടി, വിജ് സാറേ, ഞങ്ങൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് രാവിലെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഒരു ചായ കുടിക്കാൻ നിൽക്കുന്ന സമയത്ത് സ്കൂൾ ബസ്, ഒരു സ്കൂൾ ബസ്, ഇങ്ങനെ സ്കൂൾ ബസ്സല്ല, ഒരു ടെമ്പോ ട്രാവലർ, സ്കൂളിൻ്റെ വേണ്ടിയിട്ട് അവരങ്ങ് പെട്ടെന്ന് അങ്ങ് പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ച് റിവേഴ്സിൽ വരുന്നത് കണ്ടു. റിവേഴ്സിൽ വരുന്നത് കണ്ടപ്പോൾ അതേ സ്പീഡിൽ അതേ തന്നെ അവൻ പെട്ടെന്ന് നോക്കിയിട്ട് തിരിച്ചു വരുന്നത് കണ്ടു. അപ്പോൾ വേറൊരു വണ്ടി ഒരു കയറ്റം കയറി വന്നുകൊണ്ടിരിക്കുക, ഇതിങ്ങനെ ഇറക്കത്തിലേക്കാണ് പോകുന്നത്, ഒരു കയറ്റം കയറി വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇയാള് വേഗം സ്കൂൾ ബസ് സൈഡാക്കി നിർത്തി. അയാള് ഗിയർ മാറാതെ തന്നെ മറ്റാൾ വന്ന് നേരെ കയറി പോവുകയും ചെയ്തു, ഇയാൾ പോവുകയും ചെയ്തു. അപ്പൊ ഞാൻ മുനീറിനോട് പറഞ്ഞു, മുനീർ ഇതാണ് ഡിസിഷൻ എന്ന് പറഞ്ഞു. അപ്പൊ മുനീർ ചിരിച്ചു. വളരെ സിമ്പിളാണ്. നമ്മൾ മുന്നോട്ട് പോകുന്ന വഴിയിൽ ഓപ്പോസിറ്റ് കയറ്റത്തിലേക്ക് ഒരു വണ്ടി വരുമ്പോൾ അവന്റെ ബ്രേക്ക് ചവിട്ടി നിർത്തി കഴിഞ്ഞാൽ, ഒരു ലോഡ് വണ്ടിയാണ് വരുന്നത് ബേസിക്കലി, എത്ര ബുദ്ധിമുട്ടുണ്ടാവും, അവിടെ സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല. വളരെ സെക്കൻഡുകൾക്ക്, മൈക്രോ സെക്കൻഡിൽ അയാൾ തീരുമാനം എടുത്ത് റിവേഴ്സ് ഗിയർ ഇട്ട് ബാക്കിലേക്ക് എടുത്തു. അയാള് ബാക്കിലേക്ക് റിവേഴ്സിലേക്ക് ഇട്ടത് കൊണ്ട് അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടായോ? അയാൾ സ്കൂളിലെത്താതിരുന്നോ അയാളുടെ കുട്ടികളെ കൊണ്ട്? ഇല്ല. അയാൾ ഒരു പക്ഷെ നേരത്തെ എത്തുക ചെയ്തത്. കാരണം എന്താ? സൈഡ് കൊടുക്കാൻ നിന്ന് ചിലപ്പോൾ സ്ഥലം പോവും, സമയം പോവും, അവിടെ നിൽക്കുന്നു. ഒരു മൈക്രോ സെക്കൻഡ് ആയിരിക്കും. ആ ഒരു ഡിസിഷനാണ്. പലരും വിചാരിക്കണം എന്താ അറിയോ, ഞാൻ ബിസിനസ് തുടങ്ങി, ഇനി എനിക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല, മറ്റുള്ളവരുടെ മുന്നിൽ നമുക്കൊരു സ്റ്റെപ്പ് പിന്നോട്ട് വെക്കാൻ പറ്റില്ല. തെറ്റാണ്. ചില സമയത്ത് നമ്മൾ പിന്നിലേക്ക് കാലുകൾ വെക്കേണ്ടി വരും. ചില സമയത്ത് നമ്മൾ കൃത്യമായിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ടി വരും. നമ്മൾ റൈറ്റ് ടേൺ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. റൈറ്റ് ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലതുവശത്തേക്ക് തിരിയുക എന്നുള്ള മാത്രമല്ല, കൃത്യമായിട്ട് ശരിയായി തിരിയുക എന്നുള്ള അർത്ഥമുണ്ട്. നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വലതുവശത്തേക്ക് തിരിയേണ്ടതല്ല, റൈറ്റ് ടേൺ ആയിട്ട് തിരിയേണ്ടതാണെങ്കിൽ റൈറ്റ് ആയിട്ട് തിരിയേണ്ടി വരും. നമ്മൾ ശരിയായി തിരിയേണ്ടി വരും. അത് പലപ്പോഴും പലരും എടുക്കാറില്ല. സീരിയസ്ലി. ചില സമയത്ത് നമ്മൾ പിൻവാങ്ങേണ്ടി വരും, ചില സമയത്ത് മുന്നോട്ട് പോകേണ്ടി വരും. ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറ് കൊണ്ട് എടുക്കണം, ഹൃദയം കൊണ്ടല്ല. എവിടെയാണ് തുടങ്ങേണ്ടത്, എവിടെയാണ് പോസ് ചെയ്യേണ്ടത്, എവിടെയാണ് നിർത്തേണ്ടത്, എവിടെയാണ് ശരിയായ റൈറ്റ് എടുക്കേണ്ടത്, ഇത് തീരുമാനിക്കുന്നവനായിരിക്കണം ബിസിനസ്സുകാരൻ. ഇവിടെ അക്ഷയ് ഉണ്ടോ? അക്ഷയ് ഉണ്ടോന്ന് എനിക്കറിയില്ല. ഓക്കെ, അക്ഷയും അർച്ചനയും ഞങ്ങളുടെ BCHന്റെ ഗ്രൂപ്പിലുള്ള കപ്പിളാണ്. അവര് ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു. ഭാര്യയും ഭർത്താവും കൂടി, രണ്ടുപേരും എഡ്യൂക്കേറ്റഡ് ആണ്, രണ്ടുപേരും ഹോം ബേസ് ചെയ്തിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു. റോസ്റ്റഡ് ചിപ്സ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് അവർ തുടങ്ങിയത്. അവർക്ക് അത് ഔട്ട്സോഴ്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു, മാനുഫാക്ചേഴ്സ് ഉണ്ടായിരുന്നു. അവരത് കൊണ്ടുവന്ന് അവരുടേതായ പാക്കേജിങ് നടത്തിയിട്ട് അവർ സെല്ല് ചെയ്യാൻ തീരുമാനിച്ചു. 6 മാസം 8 മാസത്തോളം അവരെന്ത് ചെയ്തു? മിഷൻസ് വാങ്ങി, അതിന് പാക്കേജ് മിഷൻസും പല കാര്യങ്ങളും ചിലവാക്കി. ഞാൻ ചോദിച്ചപ്പോൾ 8 ലക്ഷം രൂപ അവർ ചിലവാക്കി.
8 ലക്ഷം രൂപ 8 ലക്ഷം രൂപ ചെലവാക്കി അവർ നല്ല ബോക്സ് വാങ്ങി കാര്യങ്ങൾ ചെയ്ത് അവർ മാർക്കറ്റ് ചെയ്ത് തുടങ്ങി. പക്ഷെ അവർ നേരിട്ടൊരു ഏറ്റവും വലിയ പ്രശ്നം, അതെന്നോട് പലവട്ടം അവർ പറഞ്ഞു, അവർ നേരിട്ടൊരു പ്രധാനപ്പെട്ട പ്രശ്നം, വരുന്ന റോസ്റ്റഡ് ചിപ്സിൽ ഒരു പെർസെൻറ്റേജ്, ഒരു 10% എന്ത് സംഭവിക്കുന്നറിയോ? ഇല്ലാതാവുന്നു. അതായത് കേട് വന്നു പോകുന്നു, പൊടിഞ്ഞു പോകുന്നു, കസ്റ്റമർ എതിരഭിപ്രായം പറയുന്നു. ഈ 10% ഇവരെ നഷ്ടത്തിലേക്ക് നയിക്കും. റേറ്റ് കയറ്റി വെക്കാൻ പറ്റില്ല, നഷ്ടത്തിലേക്ക് നയിക്കും. വളരെ സിമ്പിളാണ്. അവരത് നിർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിർത്തിയിട്ട് 8 ലക്ഷം കളഞ്ഞിട്ട് ഓടിപ്പോയി എന്നുള്ളതല്ല. അവരതിനേക്കാൾ നല്ലൊരു പ്രൊഡക്റ്റ് തുടങ്ങി. സ്മൂത്തി ബൗൾ, ഹെൽത്തി ബൗൾ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ മാസം അവരത് ഏറ്റവും നന്നായിട്ട് വിറ്റു. ഇവർ സ്വിഗ്ഗി ഉപയോഗിച്ചു, മറ്റുള്ള ഡെലിവറി സിസ്റ്റം ഉപയോഗിച്ചു, ഇപ്പൊ സൊമാറ്റോ രജിസ്റ്റർ ചെയ്തു, പ്രീമിയം കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചു. കൃത്യമായിട്ട് നല്ലൊരു ഡിസിഷൻ എടുത്തു. ദേ ആർ ഹാപ്പി നൗ. ഞാൻ തുടങ്ങിപ്പോയില്ലേ അച്ചാറ് കമ്പനി, ഇനി എങ്ങനെ നിർത്തും? ഞാൻ തുടങ്ങിയതേ ബീഫ് അച്ചാറില്ല, ഇനിയിപ്പോൾ ഞാനിത് വേറെ എന്തെങ്കിലും ചെയ്യാൻ എന്താ ഇപ്പം ചെയ്യുക? ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന എത്രയോ പേരുണ്ട്. തുടങ്ങിയില്ലേ സാറേ, കാശ് പോയി, ഇനി എന്ത് ചെയ്യും? പ്രൊഡക്റ്റ് മാറ്റേണ്ടി വരും, ചേഞ്ച് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നിങ്ങളെ മാറ്റേണ്ടി വരും. ചിലപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ, നിങ്ങളുടെ ഗ്രോത്ത് പ്ലാൻ, നിങ്ങളുടെ വിഷൻ മാറ്റേണ്ടി വരും. ആ ഡിസിഷൻ എടുക്കേണ്ട ഉത്തരവാദിത്തം ആസ് എ ബിസിനസ് ഓണർ നിങ്ങളുടേതാണ്, നിങ്ങളുടേത് മാത്രമാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ 5 കോർ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ, യെസ് മൈ ഡിയർ ഫ്രണ്ട്സ്, ദാറ്റ്സ് എ ഓണർ കോഡ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ബിസിനസ് റൺ ചെയ്യാൻ പറ്റും. You don't need to do daily activities. You don't need to do firefighting. You don't need to do an operator mindset. You have to be an owner mindset, a CEO mindset. അത് എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്ന് അടുത്ത 4 ദിവസങ്ങൾ നമ്മൾ പഠിക്കും. മാർക്കറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്, സെയിൽസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, പീപ്പിളിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ഈവൻ നമ്മുടെ മൈൻഡ് സെറ്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, നമ്മുടെ സിസ്റ്റം ഗ്രോത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടുക എന്താണെന്നറിയോ? ക്ലാരിറ്റിയാണ്, അതോറിറ്റിയാണ്, കൺസിസ്റ്റൻസിയാണ്. 2026 ബിസിനസ് കാറ്റലിസ്റ്റ് ഹബിന്റെ ശ്രീജിത്ത് KC-യുടെ, ബിജുവിന്റെ, ഷൈമോന്റെ, ജെയ്സന്റെ, ഹസിതയുടെ, ആഷിക്കിന്റെ ഏറ്റവും വലിയ തിയറം ഈ 3 തിയറമാണ്: അതോറിറ്റി, ക്ലാരിറ്റി, കൺസിസ്റ്റൻസി. ഇത് കൃത്യമായിട്ടൊരു ബിസിനസ്സുകാരൻ അവന്റെ ബിസിനസ്സിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ, കൃത്യമായിട്ട് അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ, വിഷൻ സെറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, ക്ലാരിറ്റിയോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ, സ്ട്രാറ്റജി സെറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, യു വിൽ വിൻ ദ ഗെയിം. ഡാം ഷുവർ. ഇഫ് ഷൈമോൻ ക്യാൻ ഡു, യു ക്യാൻ ഡു. ഇഫ് ബിജു ക്യാൻ ഡു, യു ക്യാൻ ഡു. ഇഫ് ആഷ് ക്യാൻ ഡു, യു ക്യാൻ ഡു. അവരൊന്നും വലിയ വലിയ ആൾക്കാരോ വലിയ വലിയ സംഭവമൊന്നുമല്ല. അവരെല്ലാം അവരൊരിക്കലും നിങ്ങളിൽ നിന്ന് വ്യത്യസ്തരല്ല, അവർ വ്യത്യസ്തമായി ചെയ്യുന്നു എന്ന് മാത്രമേ. ഐഡിയൽ കസ്റ്റമർ എന്താ നിങ്ങൾക്കറിയോ? നിങ്ങളുടെ ഐഡിയൽ കസ്റ്റമർ, നിങ്ങളുടെ യഥാർത്ഥ കസ്റ്റമർ ആരാ നിങ്ങൾക്കറിയോ? നിങ്ങൾക്ക് എന്താണ് ശരിക്ക് സെല്ല് ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങൾക്ക് എങ്ങനെയാണ് സെല്ല് ചെയ്യേണ്ടതെന്നറിയോ? എന്തുകൊണ്ടാണ് നിങ്ങളെയോ നിങ്ങളുടെ പ്രൊഡക്റ്റിനെയോ സർവീസിനെയോ നിങ്ങളുടെ കസ്റ്റമർ വാങ്ങിക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങളുടെ ഗ്രോത്ത് അടുത്ത ലെവലിലേക്ക് എങ്ങനെ പോകണമെന്നറിയോ? ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നിങ്ങളൊരു കച്ചവടക്കാരനാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഓപ്പറേറ്റർ മൈൻഡ് സെറ്റ്, ഡെയിലി മിഷൻ പ്രവർത്തിക്കുന്ന ആള് മാത്രമായി മാറും. ഈ ഓപ്പറേറ്റർ എന്നുള്ള വേർഡ് വന്നത് ഈ ഫാക്ടറികളിൽ നിന്നാണ്, പഴയ ലേബർ കോൺസെപ്റ്റുകളിൽ ഫാക്ടറി പ്രവർത്തിപ്പിക്കുന്ന ആളുകളിൽ നിന്നാണ്. അത് ഡെയിലി ചെയ്തുകൊണ്ട് ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പണിയെടുക്കുന്ന വെറും ഓപ്പറേറ്റർ ആയിരിക്കും നിങ്ങൾ പണിയെടുക്കരുതപ്പാ. നിങ്ങൾ പണിയെടുക്കരുത്. നിങ്ങളെ കളിയാക്കാൻ ആൾക്കാരുണ്ടാവും. രാത്രി 8:30 മണിക്ക് 9:30 മണിക്ക് ഇരുന്ന് ക്ലാസ് കേൾക്കുക, പ്രാന്ത. രാവിലെ 5 മണിക്ക് എഴുതിയേക്ക്, നിങ്ങൾക്ക് വേറെ കടന്നുറങ്ങിക്കൂടെ? 6 മണിക്കൂർ 8 മണിക്കൂർ ഉറങ്ങണം. ശ്യാംജിത്ത് 6 മണിക്കൂറെ പറഞ്ഞു, ഞാൻ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന 8 മണിക്കൂറാ.
ഉറങ്ങണം, ശരിയാണ്. ഉറക്കം നിങ്ങളുടെ ആരോഗ്യത്തിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഉറങ്ങണം, അതിന് ഞാൻ എതിര് പറയുന്നില്ല. പക്ഷെ അതിന് നിങ്ങൾ തീരുമാനം എടുക്കണം. ഏത് സമയത്ത് ഉറങ്ങണം, ഏത് സമയത്ത് എഴുന്നേക്കണം. ഞാൻ ശാമ്യത്തിനോട് 4 മണിക്ക് എന്താ എഴുന്നേക്കാതെ ചോദിക്കാൻ കാരണം എന്താ അറിയോ? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചിന്തിക്കാൻ പറ്റുന്ന സമയം രാവിലെ 5 മണി അല്ലെങ്കിൽ 4 മണിയാണ്. ആ സമയത്ത് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാനോ നിങ്ങളുടെ ഫോൺ അടിക്കാനോ ഒരാളുമില്ല. ഇപ്പൊ എനിക്കിവിടെ ഇരുന്നിട്ട് ഞാൻ ഇന്ന് ക്ലാസ്സിലാണെന്ന് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്, ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്, നാടെ എവിടെയൊക്കെ എല്ലായിടത്തും ഇട്ടിട്ടുണ്ട്. ഒരു 10 കോൾ ഇതിനിടെ കൂടെ വന്നിട്ടുണ്ട്. ഒരുത്തൻ ഇരുന്ന് കുത്തിയിരുന്ന് വിളിക്കുന്നുണ്ട്. അവന് കച്ചവടക്കാരനാ, ബിസിനസ്സുകാരനാ, അവൻ അറിയാൻ എനിക്ക് പണിയാണെന്ന് പിന്നെ ഇരുന്ന് വിളിക്കുകയാണ്. എന്തിന്? കാരണം തിരക്കാ നീ. അവനൊന്നും ശ്രദ്ധയില്ല, ഓർമ്മയില്ല, ഒന്നുമില്ല. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ദിസ് ഇസ് ദ ഓണർ കോഡ് ഫോർ us ടുഡേ. നിങ്ങൾ ഈ പറയുന്ന 5 കോർ റെസ്പോൺസിബിലിറ്റിയിൽ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുക. നമുക്ക് നാളെയും മറ്റന്നാളും അടുത്ത 2 ദിവസങ്ങളും നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാനൊരു കാര്യം ഞാൻ പറയാം, ക്ലാരിറ്റി ഇല്ലാണ്ട് നിങ്ങളുടെ മാർക്കറ്റിംഗ് കോസ്റ്റ് വേസ്റ്റ് ആണ്. അല്ലേ ആസിഫ് ജി? ക്ലാരിറ്റി ഇല്ലാണ്ട്, ക്ലാരിറ്റി ഇല്ലാണ്ട് നിങ്ങൾക്ക് സെയില് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ക്ലാരിറ്റി ഇല്ലാണ്ട് നിങ്ങളുടെ ടീം പെർഫോം ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുകയേ വേണ്ട. ഇതൊന്നും ഇല്ലാണ്ട് നിങ്ങളുടെ ബിസിനസ് പൊളിഞ്ഞേ പറ്റൂ. ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറി വരാം. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, പീപ്പിൾ പ്ലസ് പ്രോസസ് ഈക്വൽ ടു പ്രോഫിറ്റ്. ആളുകൾ വേണം, നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു പ്രോസസ്സ് വേണം, എന്നാലേ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. യു ഗൈസ് റെഡി? ആദ്യത്തെ ദിവസത്തെ ഓണർ സംഭവം നമ്മൾ ഇവിടെ നിർത്തുകയാണ്. എനിക്ക് ഈ ഒരു ഇന്നത്തെ ഒരു ക്ലാസ് നിർത്തുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആണ് നിങ്ങളുടെ താക്കോലും പൂട്ടും ഡിസിഷൻ മേക്കറും എല്ലാം. നിങ്ങളുടെ സ്പീഡാണ് നിങ്ങളുടെ കമ്പനിയുടെ സ്പീഡ്, നിങ്ങളുടെ കൾച്ചറാണ് നിങ്ങളുടെ കമ്പനിയുടെ കൾച്ചർ, നിങ്ങളാണ് നിങ്ങളുടെ കമ്പനി. എവിടെയെങ്കിലും പാളിച്ച പറ്റുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ നിങ്ങളുടെ ജീവനക്കാരൻ പറ്റിച്ചു പോയ കഥയും കൊണ്ട് എൻ്റെ അടുത്ത് വരരുത്. കാരണം അത് പറ്റിക്കപ്പെടാൻ നിന്ന് കൊടുത്തത് നിങ്ങളാ. നിങ്ങളുടെ കസ്റ്റമർ സാധനങ്ങൾ വാങ്ങാത്തതിനെ കുറിച്ച് എൻ്റെ അടുത്ത് പറയരുത്. കാരണം അങ്ങനത്തെ പ്രോഡക്റ്റ് കൊടുത്തത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോമ്പറ്റേറ്റീവ് ഏരിയയിൽ കൊടുത്തത് നിങ്ങളാ. കോപ്പി അടിച്ചിട്ട് കച്ചവടം ആരെങ്കിലും ഉണ്ടാക്കുന്ന കാര്യത്തിൽ കൂടുതൽ കോപ്പി അടിച്ച് ചെയ്യുന്നതിലല്ല, കസ്റ്റമർക്ക് കൃത്യമായിട്ട് എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ബിസിനസ്. ബിസിനസ് ഈസ് പ്രൊവൈഡിങ് സൊല്യൂഷൻ. കസ്റ്റമറുടെ പെയിൻ പോയിന്റിന് സൊല്യൂഷൻ കൊടുക്കുന്നതായിരിക്കണം, അല്ലാണ്ട് നിങ്ങളുടെ കയ്യിലുള്ള സാധനം വിൽക്കുന്നതായിരിക്കരുത്. കേട്ടല്ലോ? സോ ഐ ജസ്റ്റ് വാണ്ട് ടു നോ യുവർ ഫീഡ്ബാക്സ്. നിങ്ങളുടെ ചോദ്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്നത്തെ ദിവസം നമ്മൾ നിർത്തുന്നു. ഒരുപാട് വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും അല്ലേ? അറ്റൻഷൻ സ്പാനൊക്കെ ഇപ്പോൾ 60 സെക്കൻഡ് നിൽക്കുന്ന കാലത്ത് ഞാൻ 1 മണിക്കൂർ 60 മിനിറ്റ് ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ പാടാണ്. പലർക്കും ഭയങ്കര എങ്ങനെ മനസ്സിലാക്കുമെന്ന് അറിയില്ല. യെസ്, ഗീവ് മീ യുവർ ഫീഡ്ബാക്സ്. പുതുതായിട്ട് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് എന്നോട് എന്ത് പറയാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ധൈര്യമായിട്ട് ചോദിക്കാം. ഞാൻ കേൾക്കുന്ന ആളാണ്, ഉത്തരം അറിയുന്നെങ്കിൽ പറയുന്ന ആളാണ്, ഇല്ലെങ്കിൽ ഞാൻ നാളെ ഉത്തരം കൊണ്ടേ വരുള്ളൂ. പറഞ്ഞു. എന്റെ പേര് മാഷിദ. യെസ് മാഷിദ. ഞാൻ ഒരു കൗൺസിലിംഗ് സെന്റർ നടത്താണ്. റെമഡിയൽ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. സൈക്കോളജി ആണോ? ഇപ്പൊ അതെ, സൈക്കോളജി ആണ്. പിന്നെ പഠനത്തിൽ പ്രയാസമുള്ള കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാനല്ലേ വർക്ക് ചെയ്യുന്നത്. അവിടെ എനിക്കൊരാളെ പുതിയതായിട്ട് സെയിൽസിൽ ഒരാൾ ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് വളരണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്തണം എന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെ ആഗ്രഹമുള്ളതുകൊണ്ടല്ലേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്വന്തമായിട്ട് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് ഒറ്റയ്ക്ക് നേരിട്ട് 1 to 1 ആണോ ചെയ്യുന്നത്? അതെ, 1 to 1 ആണ് ചെയ്യുന്നത്. അതായത് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ? നിങ്ങളുടെ ഉദ്ദേശം എന്താണ് മാഷിദ? മാഷിദയ്ക്ക്
തന്നെ കൗൺസിലിംഗ് ചെയ്യണമെന്നാണോ, അതോ നിങ്ങളുടെ സ്റ്റുഡൻറ് മാഷിത കൗൺസിൽ ചെയ്തിട്ട് സ്റ്റുഡൻറ്റിന്, ഈ പറയുന്ന സ്റ്റുഡൻസിന് സൊല്യൂഷൻ കിട്ടണമെന്നാണോ, അതോ സ്റ്റുഡൻസിന് സൊല്യൂഷൻ കിട്ടണമെന്നാണോ? ചോദിച്ചതിന് അർത്ഥം മനസ്സിലായിട്ടാണെന്ന് വിശ്വസിക്കുന്നു. സ്റ്റുഡൻസിന് സൊല്യൂഷൻ കിട്ടണം. മനസ്സിലായി. സ്റ്റുഡൻസിന് സൊല്യൂഷൻ കിട്ടണം, നമ്മളെ ആയിരം കമ്പനി വളരണം. മാഷിതമാരെ ഉണ്ടാക്കിയെടുക്ക്. തനിക്ക് അത് എന്ത് കാശും ചെയ്യാം? കിട്ടും, തനിക്ക് കാശും കിട്ടും, സ്റ്റുഡൻസിന് സൊല്യൂഷനും കിട്ടും. പറഞ്ഞ അർത്ഥം മനസ്സിലായോ? മനസ്സിലായി. ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് പകരം ട്രെയിനിങ് ചെയ്യാനാണോ? വലിയ അതെ. ആൾക്കാരെ പഠിപ്പിക്കുന്ന ആൾക്കാരെ പഠിപ്പിക്കാനാണോ? അല്ലേ സൊല്യൂഷൻ? യെസ്. അതല്ലേ സൊല്യൂഷൻ. സ്റ്റുഡൻറ്റിനെ ഇപ്പം ഞാനൊരു കാര്യം ഞാൻ പറയാം, ഞാനൊരു കമ്പനിക്ക് പോയിട്ട് അവിടുത്തെ സ്റ്റാഫിനെ മുഴുവൻ ട്രെയിൻ ചെയ്യുന്നതിനേക്കാൾ എനിക്ക് ഈസി ആവാം അവിടുത്തെ ബിസിനസ്സുകാരനെ ട്രെയിൻ ചെയ്താൽ പോരെ? ഉത്തരം കിട്ടിയോ? വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്? എങ്ങനെ ഉണ്ടായിരുന്നു? എന്തെങ്കിലും പോയിന്റ് കിട്ടിയോ? ക്ലാസ് നല്ല ക്ലാസ് ആണ്. കുറെ കാര്യങ്ങൾ ഞാൻ ഇത് സാർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, കാരണം ഒരാളെയും കൂടി എന്റെ ക്ലിനിക്കിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാല് ആ ഒരു സാലറി കൂടി ഞാൻ കൊടുക്കണ്ടേ, അങ്ങനെ ചിന്തിച്ച ഒരാളായിരുന്നു ഞാൻ. എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് തന്നെ ചെയ്യാം, അപ്പൊ കൂടുതൽ നമുക്ക് എക്സ്പെൻസ് വരൂലല്ലോ, അങ്ങനെ ചിന്തിച്ച ഒരാളായിരുന്നു. അപ്പം എനിക്ക് മാറി ചിന്തിക്കണം എന്ന് തോന്നി. പക്ഷെ അത് എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഞാനാണല്ലോ അവിടെ പഠിപ്പിക്കുന്നത്, കൗൺസിലിംഗ് ചെയ്യുന്നത്. ഇവിടെ ആസിഫ് മുഹമ്മദ് എന്ന് പറയുന്ന പുള്ളി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം തന്നെ ഓരോ കമ്പനിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം അയാൾക്ക് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു 5 കമ്പനി 6 കമ്പനിയാണ്. മറിച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഒരു 10, 20, 50 ആളുകൾക്കാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിച്ചു കൊടുക്കുക. അതായത് 100 ആസിഫ് മുഹമ്മദ്മാരെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഉത്തരായി. നമുക്ക് വേണ്ടത് കസ്റ്റമർക്ക് കച്ചവടം കിട്ടണം. അതാണ് ആസിഫിന്റെ ഉദ്ദേശം. അല്ലാണ്ട് ആസിഫിന് തന്നെ അവരെ ചികിത്സിക്കണം, അല്ലെങ്കിൽ ആസിഫിന് തന്നെ അവന്റെ സൊല്യൂഷൻ കൊടുക്കണം എന്നില്ല. താങ്ക് യു മഷിത. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓർ നെക്സ്റ്റ് ഫീഡ്ബാക്ക് പ്ലീസ്. ഒന്നും പറയല്ല, അടിപൊളി. താങ്ക് യു സിനു. സിനുവിനെ പറ്റി പറയൂ. ഒരു ഇൻവെസ്റ്ററെ കണ്ടെത്തുമ്പോൾ എങ്ങനെ ക്ലോസ് ചെയ്യാനുള്ള ടെക്നിക്ക് പറയാൻ കഴിയും? ഇൻവെസ്റ്ററെ കണ്ടെത്തുമ്പോൾ എങ്ങനെ ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ്. ഞാനൊരു വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. ജുനൈദിനെ കണ്ടിട്ട് ഒരിക്കലും ഒരു ആള് വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യില്ല. ജുനൈദിനെ കണ്ടുവന്നിട്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മുടെ കമ്പനിയുടെ കുറച്ച് പ്രൊജക്ടുകൾ ഉണ്ട്, അപ്കമിങ് പ്രൊജക്ടുകൾ, അത് വെച്ച് പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ചെയ്യേണ്ടത്, നിങ്ങൾ അതിനെ എങ്ങനെയാണ് ഒരു സിസ്റ്റം വൈസ് ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷൻ, ആർക്കാണ് അത് സൊല്യൂഷൻ കൊടുക്കുന്നത്? കസ്റ്റമറാണ്. കസ്റ്റമറുടെ പെയിൻ പോയിന്റ് എന്താണ്? സൊല്യൂഷൻ കൊടുക്കുന്നത്. അതിനെ എങ്ങനെയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്? അതിന്റെ സിസ്റ്റം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇൻവെസ്റ്റർ വരും. അതായത് കസ്റ്റമർ പെയിൻ എന്താണ്, നമ്മൾ എന്തിനാണ് സൊല്യൂഷൻ കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അവതരിപ്പിക്കുക. വളരെ വളരെ അതെ. അതായത് ഇത്രേ ഉള്ളൂ. ജുനൈദിന്റെ കയ്യിൽ എൻ്റെ ഐഡിയ ഉണ്ട്, എൻ്റെ കയ്യിൽ അതുണ്ട്, എൻ്റെ കയ്യിൽ ഇതുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പം എൻ്റെ കസ്റ്റമർക്ക് ഇത് കിട്ടും, ഒപ്പം നിങ്ങൾ ആസ് എ ഇൻവെസ്റ്റർ നിങ്ങൾക്ക് ഇതും കിട്ടും എന്ന് പറഞ്ഞു കൊടുത്താൽ ആൾ വരും. പലപ്പോഴും സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കമ്പനി 500 കോടി രൂപയുടെ പ്രൊജക്റ്റാണ്, ഈ ഒരു ഐഡിയ കേരളത്തിൽ എന്നല്ല ലോകത്തിൽ ആരും അവതരിപ്പിച്ചിട്ടില്ല, ഇതൊരു പുത്തൻ ആശയമാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക പലരും. എൻ്റെ അടുത്തും പലരും വരാറുണ്ട്. ഞാൻ പറയുന്നത് വളരെ സിമ്പിളാണ്. കസ്റ്റമർക്ക്, വരുന്ന ആൾക്ക് എന്ത് കിട്ടുന്നു കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. എന്തുകൊണ്ട് ഈ ബിസിനസ് നിങ്ങൾ നടത്തുന്നു, അതിൻ്റെ ആശയം എന്താണ്, അതിൻ്റെ എന്തായാലും പറയാ കാമ്പ് എന്താന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഇൻവെസ്റ്റർക്ക് തിരിച്ചെന്ത് റിട്ടേൺ കിട്ടുന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. റിട്ടേൺ എന്നുള്ളതല്ലപ്പാ, റിട്ടേൺ മാത്രമല്ല, കാശ് മാത്രമല്ല, അത് നമ്മുടെ തോന്നൽ മാത്രമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, സർഫസ് റീസണും റിയൽ റീസണും പറഞ്ഞ 2 റീസൺ ഉണ്ട്. ഒരാൾ ഒരു കാരണം പറയുമ്പോൾ എന്ത് കിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഡസൻ മീൻ ദാറ്റ് എത്ര പൈസ കിട്ടുന്നുള്ളതല്ല, എന്ത് എക്സാക്ട്ലി കാശായിട്ട് എന്ത് കിട്ടുന്നല്ല, അവൻ എന്താണ് അതിൽ കിട്ടുക എന്നുള്ളതാണ്. അതിൽ പലതും ഉണ്ടാവാം. മാനസികമായ, ശാരീരികമായ, സാമ്പത്തികമായ ഒക്കെ സന്തോഷങ്ങൾ ഉണ്ടാവാം.
താങ്ക് യു. യെസ്, പുതിയ ആളുകളൊക്കെ ഒന്ന് പറയപ്പാ. നമുക്ക് ഇതൊക്കെ നമ്മുടെ മോട്ടിവേഷൻ ഉള്ളൂ. ഞാൻ മോട്ടിവേറ്റ് ചെയ്യുന്നില്ലെങ്കിലും. Sir, hello പറയൂ. sir, I'm Shahida from പറയൂ. Palakkad. യെസ് ഷാഹിദ. സർ ഞാന് വളരെ പ്രൗഡോട് കൂടിയിട്ട് പറയാണ്, ഞാന് ഇതുപോലെ സ്വന്തമായിട്ടൊരു കമ്പനി അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് അങ്ങനെ ഒരു വർക്ക് ചെയ്യുന്ന ആളല്ല. ഞാന് മറ്റേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളാണ്. പക്ഷെ സാറിന്റെ കഴിഞ്ഞ ഡിസംബർ ലാസ്റ്റില് സാറിന്റെ ഒരു സെയിൽസ് ക്ലോസിംഗ് പറഞ്ഞിട്ടൊരു നമുക്ക് വെബിനാർ തന്നിരുന്നു, ഇതുപോലെ ഒരു 5 days. സാറിന്റെ ആ ക്ലാസ് കേട്ടിട്ട് ആ ഒരു കോൺഫിഡന്റോട് കൂടിയിട്ട് ആ പോയിന്റ്സ് ഞാൻ ചെയ്യുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തിട്ട് 4 വീക്കില് ഞങ്ങൾക്കൊരു കോണ്ടസ്റ്റ് വെച്ചിരുന്നു. 140 പ്രൊഡക്റ്റ് 140 കസ്റ്റമറിലേക്ക് എത്തിച്ചാല് മലേഷ്യൻ ട്രിപ്പ് അച്ചീവ് ചെയ്യാൻ. വെരി ഗുഡ്. ശരിക്കും സർ ഞാൻ അപ്പോ സാറിന്റെ ആ ഒരു സെയിൽസ് ക്ലോസിങ്ങിനെ കുറിച്ചുള്ള ആ ഒരു ക്ലാസ് കേട്ടിട്ട് അത് ശരിക്കും അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആ 4 വീക്കിനുള്ളിൽ ഞാൻ അത് അച്ചീവ് ചെയ്യുക മാത്രമല്ല, എന്റെ പ്രോഫിറ്റ് കമ്പനിയിൽ നിന്ന് എനിക്ക് കിട്ടിയത് 84,000 രൂപയാണ്. വെരി ഗുഡ്. കൺഗ്രാറ്റ്സ്. അപ്പൊ സാർ ഒരുപാട് താങ്ക്സ് ആണ് സാറിന്റെ വിഷ്വൽ ബോർഡ് സെറ്റ് ചെയ്യല്. ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത് മലേഷ്യനെ കുറിച്ചൊരു ബോർഡാണ് സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് രാവിലെ എഴുന്നേറ്റ് അത് കാണുന്ന രീതിക്ക് അങ്ങ് ഒട്ടിച്ചു വെച്ചു. ശരിക്കും ഞാൻ അത് അപ്ലൈ ചെയ്തു. ഇപ്പൊ ഞാൻ ഈ മീറ്റിംഗിൽ കയറിയതും ഇതിലിപ്പോ എല്ലാവരും ഓൺ ബിസിനസ് ആയിരിക്കും. പക്ഷെ ഞാൻ അപ്പോഴും സാർ ഈ പോയിന്റ്സ് ഒക്കെ, ഈ കൺസിസ്റ്റൻസി, ക്ലാരിറ്റി, അതോറിറ്റി, അതെല്ലാം ഞാൻ എന്റെ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ട് എന്റെ ടീമിനെ പോലും ഞാൻ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ യൂസ്ഫുൾ ആണ് സാറിന്റെ ഈ ക്ലാസ്. താങ്ക് യു. പാലക്കാട് എവിടെയാ? ഞാൻ പാലക്കാട് കല്ലടി, മണ്ണാർക്കാട്, പാലക്കാടിന് മധ്യമായിട്ട് കരിമ്പ എന്ന് പറയും. എനിക്കറിയാം, ഞാൻ ഒറ്റപ്പാലംകാരനാണ്. ശരി, ഓക്കെ. താങ്ക് യു സർ. താങ്ക് യു. യെസ്, താങ്ക് യു. നെക്സ്റ്റ്. ഹലോ സാർ. യെസ്. സാർ, രതീഷ്. ഞാൻ ട്രാവലിംഗിലാണ്, അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കാനും വീഡിയോ ഓൺ ചെയ്യാനും ഒക്കെ മടിച്ചത്. പക്ഷെ എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ ഭയങ്കര ഇൻസ്പയർഡ് ആയി. ഞാൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാല്, ഞാൻ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഓൺ ബിസിനസ് ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് ആ ബിസിനസ് എനിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. ഞാൻ ലോസില് പൂട്ടിപ്പോയതല്ല, പക്ഷെ എനിക്കിത് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. എന്റെ തോട്ടൊന്ന് ചേഞ്ച് ആയതാണ്. അതിനുശേഷം ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഞാൻ ആ ബിസിനസ് ചെയ്തിരുന്നതും എന്നെ പറ്റി അറിയാമായിരുന്ന ആൾക്കൊരു അഡ്വർടൈസിങ്, ഒരു ബ്രാൻഡിങ് കമ്പനി ഉണ്ട്. അപ്പൊ ഞാൻ കുറെ ഗ്യാപ്പുകൾ, ഞാൻ കമ്പനികളിൽ വർക്ക് ചെയ്യലും ഒക്കെ നിർത്തിയിട്ട് കുറെ ഗ്യാപ്പായിട്ട് ഞാൻ കുറച്ച് ഫാമിങ് അങ്ങനെയൊക്കെ നിൽക്കുമായിരുന്നു. എന്നെ പറ്റി അറിയാവുന്ന ആ വ്യക്തി, ഞങ്ങളൊരു പരിചയം ഉണ്ട്. ആ വ്യക്തി എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, കേൾക്കുന്നുണ്ടോ? ഹലോ, ഞാൻ ട്രാവലിംഗിലാണ്, അതാണ് ഡിസ്റ്റർബൻസ്. പറഞ്ഞോളൂ. രതീഷ്, എനിക്ക് തോന്നുന്നു നെറ്റിൽ ഭയങ്കര പ്രശ്നമുണ്ട്. ഞാനൊരു നോ പ്രോബ്ലം. ഞാൻ എൻ്റെ നമ്പർ ഞാൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. എന്നെ ഒന്ന് എനിക്ക് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, എന്നെ കണക്ട് ചെയ്താൽ മതി. എനിക്ക് തോന്നുന്നു ഭയങ്കര ഞാൻ ഈ ഡിസ്റ്റർബൻസ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ സൈലന്റ് ആയിട്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് സാറിനോട് സംസാരിക്കണം, അതുകൊണ്ടാണ് ഞാൻ ഡിസ്റ്റർബൻസിലും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചത്. ഉറപ്പായിട്ടും നമുക്ക് എൻ്റെ നമ്പർ ഞാൻ ഇട്ടിട്ടുണ്ട്. ധൈര്യമായിട്ട് മെസ്സേജ് അയച്ചോളൂ, സംസാരിക്കാം. ഫ്രീ ആയിരിക്കാം.
മെസ്സേജ് അയക്കുക, അപ്പൊ നമുക്ക് നോക്കാന്നേ. രാവിലെ ഓക്കെ ഉണർന്നിട്ട് താങ്ക് മുതൽ യു സാർ. രാത്രി ഉറങ്ങുന്നത് വരെ ഞാൻ ഫ്രീ ആണ്. ഓക്കെ താങ്ക് യു സാർ, താങ്ക് യു താങ്ക് യു. താങ്ക് യു. എന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനില് സാറ് സാറ് എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആകും എനിക്ക് തോന്നുന്നു, അതുകൊണ്ടാണ്. സെറ്റാക്കാം, നോക്കാം. ഓക്കെ, ഞാനൊന്ന് ഷോർട്ടായിട്ട് ജസ്റ്റ് പറയാം. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ എന്റെ ക്വാളിഫിക്കേഷനേക്കാളും അല്ലെങ്കിൽ ഞാനായിരുന്ന ഒരവസ്ഥയെക്കാളും കുറച്ച് ഉയരത്തിലാണ്. അതായത് ഞാനിപ്പോ ഈ കമ്പനിയുടെ ജനറൽ മാനേജറാണ്, GM ആണ്. ഓക്കെ. അത് ആളെന്റെ സ്കില്ല് കണ്ടിട്ട് തന്നെ എന്നെ നിർബന്ധിച്ച് വിളിച്ചതാണ്. പക്ഷെ എനിക്ക് ആ സൈഡില് എനിക്ക് ഈ കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ പിന്നീട് ഇവിടുന്ന് പുറത്തേക്ക് വരുമ്പോൾ എൻ്റെ ഒരു കയ്യത്തോടെ വെക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഡെഫിനറ്റ്ലി അതിനൊരു കാര്യം ചെയ്താൽ മതി, എന്നെ ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഡെഫിനറ്റ്ലി സൗണ്ട് ക്ലിയർ അല്ല, അതുകൊണ്ടാട്ടോ. ഓക്കെ സാർ, ഓക്കെ താങ്ക് യു താങ്ക് യു. ഓക്കെ 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 ഡെഫിനറ്റ്ലി. സോ എനിവൺ എൽസ്, ആരെങ്കിലൊക്കെ? 10 മണി വരെ ഞാൻ ഇരിക്കാൻ തയ്യാറാണ്, നിങ്ങൾ പറയാൻ കേൾക്കാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ. ആരെങ്കിലും? സർ, എൻ്റെ പേര് ഫാദിയ. ഞാൻ ഇപ്പളാ റീസെല്ലിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്. ക്ലോത്തിങ് ബിസിനസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓൺലൈനിലാണ്, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ആണ്, അതിലാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ ഞാന് വീഡിയോ ഇട്ടിട്ട് ഒരാഴ്ചയായി, ആരും ഒരു ഒറ്റ നോക്കിയിട്ടില്ല. അപ്പൊ എനിക്ക് എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. അപ്പൊ എന്റെ കളക്ഷൻസ് വന്നിട്ട് അട്രാക്ഷനാ ഇല്ല എന്റെ മൈൻഡിലാണ്. അപ്പൊ എനിക്ക് എന്താ ചെയ്യാ? ഇത് വന്നിട്ട് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നതാ. അപ്പൊ അവര് നമുക്ക് ടാസ്ക് ആയിട്ട് വിട്ടു തരണത് നമ്മള് വിറ്റ് തീർക്കണം. അപ്പൊ എനിക്ക് എന്താ ചെയ്യാന്ന് അറിയില്ല. പക്ഷെ എന്റെ ടാസ്ക് ഞാൻ ഫാത്തിമ, ഞാൻ അതിലൊരു കാര്യം പറയാം, ഒറ്റ പോയിന്റ് ഞാൻ പറയാം. പീപ്പിൾ ബിലീവ് പീപ്പിൾ, പീപ്പിൾ ട്രസ്റ്റ് പീപ്പിൾ. ആളുകൾ ഇഷ്ടം ആളുകളെയാണ്. ഫാത്തിമയുടെ പ്രൊഡക്റ്റിനെ അല്ല, ഫാത്തിമയാണ് ആളുകൾ ഇഷ്ടം. അപ്പൊ ഫാത്തിമയെ ഇഷ്ടപ്പെടാനും ഫാത്തിമയുടെ പ്രൊഡക്റ്റ് വാങ്ങാനും ആളുകളെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട മാർക്കറ്റിംഗ്. അടുത്ത 2 ദിവസങ്ങളിൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച്, സെയിൽസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം ഉറപ്പായിട്ടും. വേറൊരു കാര്യം കൂടി, നിങ്ങളിപ്പോ പറഞ്ഞു സ്ത്രീകൾ പൊതുവെ ഫുഡും അല്ല ക്ലോത്തിങ് ആണ് ബിസിനസ് എടുക്കാറുണ്ടെന്ന്. ഞാൻ നേരത്തെ ബിസിനസ് ചെയ്തതാണ് ഒരു 11 years ബിഫോർ. ഐ ആം ബ്യൂട്ടീഷ്യൻ ആണ്. ബ്യൂട്ടീഷ്യൻ ഞാൻ പിന്നെ അതിൽ ലോസായി. പിന്നെ അതിന്റെ അപ്പുറം വേറെ അങ്ങനെ കുറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നോട് നേറ്റീവ് വന്നിട്ട് തമിഴ്നാടാ. പിന്നെ ഞാനിപ്പോ കേരളത്തിൽ വന്നിട്ട് ഏകദേശം ഒരു 11 കൊല്ലമൊക്കെ കഴിഞ്ഞു. എന്നെ ലാസ്റ്റ് ആയതിന്റെ അപ്പുറം ഞാൻ കേരളത്തേക്ക് വന്നു. പിന്നീട് ഞാൻ തമിഴ്നാട് പോവാറുണ്ട്, പക്ഷെ അവിടെ അല്ലേ. എന്നിട്ട് പക്ഷെ ഇപ്പോ ഇപ്പോഴും ഞാൻ ക്ലോത്തിങ് ആണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ എന്റെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ ഞാൻ ഫുഡ് തന്നെ ചെയ്യാൻ പോവാണ്. എന്താന്ന് വെച്ചാൽ നമ്മളുടെ നാട്ടില് ഒരുപാട് ഷുഗറും മുട്ടുംകാൽ വേദനയും ഊരവേദനയും ഒരുപാട് രോഗികളാ. അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് ഒത്തിരി ഫുഡ് ഐറ്റംസ്, നട ഫുഡ് ഐറ്റം, ഹെൽത്തി ഫുഡ് ഐറ്റം ഒക്കെ അവിടെ കിട്ടും. അപ്പൊ അത് ഞാൻ ഇവിടെ കൊണ്ടാണ്ട് സെയിൽ ചെയ്യാൻ ഞാൻ കരുതുന്നത്. അത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? സക്സസ് ആവോ? നാളെ നമ്മൾ സംസാരിക്കുന്നത്, എല്ലാവരോടും കൂടി പറയാണ്, ഫാത്തിമയോട് കൂടി പറയാണ്, നാളെ നമ്മൾ സംസാരിക്കുന്നത് മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. എങ്ങനെ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ മാർക്കറ്റ് ഡൊമിനേറ്റ് ചെയ്യാമെന്നുള്ള മാർക്കറ്റ് ഡൊമിനേഷൻ ഫോർമുലയാണ് നാളെ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഫാത്തിമയ്ക്ക് അത് കഴിയുമ്പോൾ ഐഡിയ, അതും കൂടി കഴിഞ്ഞ് പിറ്റേ ദിവസം സെയിൽസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഫാത്തിമയ്ക്ക് മനസ്സിലാവും. പറ്റുമോ എന്നൊരു ചോദ്യം ഉണ്ടാവില്ല അവിടെ. പോരെ? താങ്ക് യു. രണ്ടാമത്തെ മാർക്കറ്റിംഗ് ക്ലാസ് ആണ്. ആദ്യത്തെ ക്ലാസ്സിങ് എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ ഇത് നിങ്ങളുടെ ക്ലാസ് ഒരുപാട് സന്തോഷമായി. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ബാറക്കല്ലാ, ജസാക്കല്ലാ ഹൈറും. ഈ ലോകത്തിലെ എന്തൊക്കെയാ നിങ്ങൾക്ക് പ്രതിഫലം അള്ളാഹു തരണോ അത് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിക്ക് എല്ലാവർക്കും അള്ളാഹു തരട്ടെ. ജസാക്കല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യെസ്, പറയൂ. നെക്സ്റ്റ്. സർ,
യെസ്, കോഴിക്കോട് നിന്ന് ദിശയാണ്. നിഷിത പറയൂ. സാർ ഞങ്ങളിപ്പോ ഒരു 6 മാസമായിട്ട് ഒരു ചപ്പാത്തി കമ്പനി വീടിനോടനുബന്ധിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളത് പ്രിസർവേറ്റീവ് ഒന്നും യൂസ് ചെയ്യാതെയാണ് അത് ഉണ്ടാക്കിയത്. പക്ഷെ 6 മാസമായി ഞങ്ങളൊരു ഉൾപ്രദേശത്താണ്. അപ്പൊ അത് എങ്ങനെയാണത് കുറച്ചൊരു ആളിലേക്ക് എത്തിക്കേണ്ടത് എങ്ങനെയാണെന്ന് അത്ര ഇതായിട്ടില്ല. ഞങ്ങളിപ്പോ ഓർഡർ അനുസരിച്ച് കല്യാണ പാർട്ടിക്കൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് നല്ല അഭിപ്രായമുണ്ട്. പക്ഷെ ഇതിനെ എങ്ങനെ ഒരു നല്ലൊരു വരുമാനത്തിലേക്ക് എത്തിക്കാൻ എന്നുള്ളൊരു ഇത് ഐഡിയ ഇല്ല. ഇത് പ്രിസർവേറ്റീവ് ഇടാത്തതുകൊണ്ട് നമ്മളെ പാക്ക് എന്റെ ചോദ്യം ഞാൻ രണ്ടുമൂന്ന് ചോദ്യം ചോദിച്ചോട്ടെ. രക്ഷിത, ഇത് ആർക്ക് വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ആര് വാങ്ങുമെന്നാണ് കരുതുന്നത്? ഇപ്പൊ ഞങ്ങള് വീടിനടുത്തായത് കൊണ്ട് അവിടെ നിന്ന് ഉള്ള ഏകദേശം ഉള്ള ആൾക്കാരൊക്കെയാണ് വാങ്ങുന്നത്. ഇപ്പൊ ഞങ്ങളിപ്പോ ഒരു ഷോപ്പ് എടുത്തിട്ട് കുറച്ചുകൂടി ടൗൺ അത് വലിയ ടൗൺ അല്ല, അങ്ങോട്ട് ഇത് പ്രൊഡക്റ്റ് ഉണ്ടാക്കി അവിടേക്ക് വെച്ച് വിൽക്കാം. അവിടെ വേറെ എന്തെങ്കിലും ചെയ്ത് അതിന്റെ കൂട്ടത്തിൽ ഇതും വിൽക്കാം. അങ്ങനെ കുറച്ചും കൂടി ആളിലേക്ക് എത്തിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാന്നുള്ളൊരു ഐഡിയ ആണ്. ഞാൻ ചോദിക്കുന്നത് ഇപ്പോ നിങ്ങൾ ആർക്കാണ് ഇത് വിൽക്കുന്നത്? ഇപ്പൊ നമ്മളെ പ്രദേശത്തുള്ള ആൾക്കാര് അങ്ങനെയൊക്കെയാണ് വാങ്ങുന്നത്. ശരി, ഓക്കെ. ഈ പറഞ്ഞ ഡിഷിത പറഞ്ഞില്ലേ ഇതിൽ പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ? ഇതൊക്കെ നിങ്ങളുടെ കസ്റ്റമർ ആവാൻ പോകുന്ന, അല്ലെങ്കിൽ കസ്റ്റമർ ആവാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അറിയാമോ? എങ്ങനെ? നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങണം എന്ന് ചിന്തിക്കുന്ന കസ്റ്റമർ ഇല്ലേ, അവർക്ക് അറിയാമോ നിങ്ങൾ പ്രിസർവേറ്റീവ് ഉപയോഗിക്കാത്ത ആളാണെന്നോ, അല്ലെങ്കിൽ ചപ്പാത്തി അങ്ങനെയാണെന്നോ അറിയോ? അത് ഞങ്ങള് വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഒക്കെ ഇട്ടിട്ടുണ്ട്, പ്രിസർവേറ്റീവ് യൂസ് ചെയ്യാതെയാണെന്നൊക്കെ. സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ നിങ്ങളുടെ ഇതിലുള്ള ആളുകളിലേ കാണുള്ളൂ. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിട്ടെ, ഡിഷിത ആദ്യമായിട്ടല്ലേ എന്റെ ക്ലാസ്സിൽ വരുന്നത്? അതെ അതെ. എങ്ങനെയാ എന്റെ ക്ലാസ്സിൽ വന്നത്? അത് ഞാനൊരു വേറൊരു ഗ്രൂപ്പിലുണ്ട്, ഒരു സുജാർ മേഡം അറിയാം. ശരി, ഓക്കെ. ആ ഗ്രൂപ്പിൽ നിന്ന് കണ്ടതാണ്, അങ്ങനെയാണ് ജോയിൻ ചെയ്തത്. ശരി, വെറുതെ ഏതോ ഒരു മെസ്സേജ് വന്ന പോലെ വന്നപ്പോഴും അതിൽ എന്താ ഉണ്ടായിരുന്നത്? നിങ്ങളുടെ ബിസിനസ് കഷ്ടപ്പാട് മാറ്റാൻ അല്ലേ? ബിസിനസിന്റെ വിജയത്തിലേക്കുള്ള ആ ഒരു കണ്ടന്റാണ് ഞാൻ കണ്ടത്. അതേപോലെ എനിക്ക് തീരെ പരിചയമില്ലാത്ത ഡിഷിത എൻ്റെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ, അതുപോലെ ഡിഷിതയെ പരിചയമില്ലാത്ത എത്രയോ പേര് നിങ്ങളുടെ കസ്റ്റമർ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതിനുള്ള വഴികൾ മാർക്കറ്റിംഗ് ചെയ്യണം. അതിനുള്ള വഴി നാളെ പറഞ്ഞു തരാം. പോരെ? ഓക്കെ ഓക്കെ സർ, താങ്ക് യു. താങ്ക് യു. അടുത്തത് പറയ്. ചോദ്യങ്ങൾ ഇല്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നാളെയും കാണണം, എല്ലാവരും ഉണ്ടാവണം. നിങ്ങളുടെ ഫീഡ്ബാക്സുകൾ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇടണം, നിർബന്ധമായിട്ടും ഇടുക. അത് നല്ലതാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഇടുക. നമുക്ക് അതിനനുസരിച്ചിട്ട് നമ്മുടെ പരിപാടി ഇമ്പ്രൂവ് ചെയ്യണം, നന്നാക്കി എടുക്കണം. കൂടുതൽ ആളുകൾ നമ്മുടെ ക്ലാസ്സിലേക്ക് വരണം, ആളുകൾ വളരണം. കൂടിച്ചേർന്നേ വളരാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോ നാളെ കാണാം. നല്ല ക്ലാസ് ആയിരുന്നു, നല്ല അടിപൊളി, നല്ല കണ്ടന്റ് ആയിരുന്നു. ഇപ്പം എന്നും കേട്ടോണ്ടിരിക്കുന്ന ഞങ്ങള് പറയുന്നത് ശരിയല്ലല്ലോ എന്ന് വെച്ചാൽ ഞാൻ മിണ്ടാതിരുന്നേ. പുതിയതായിട്ട് വന്ന ആൾക്കാർ പറയട്ടെ എന്ന് കരുതി. നല്ല കണ്ടന്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. താങ്ക് യു. അപ്പൊ നമ്മൾ നാളെ രാവിലെ കാണും, രാവിലെ 6 മണിക്ക് 6:15 സ്റ്റാഫ് മാനേജ്മെന്റ്. ബാക്കിയുള്ള എല്ലാവരും, നമ്മുടെ BCH-ലില്ലാത്ത എല്ലാവരും നാളെ വൈകുന്നേരം 8:30 മണിക്ക് നിർബന്ധമായിട്ട് ഉണ്ടാവണം. നമുക്ക് ഡിസ്കസ് ചെയ്യാം, ചർച്ച ചെയ്യാം. ഇതൊരു ക്ലാസ് ആയിട്ട് എനിക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ല, ഇതുപോലുള്ള ചർച്ചകളായിട്ട് കൊണ്ടുപോകാനാ. അപ്പോൾ എനിക്കും പഠിക്കാം, നിങ്ങൾക്കും പഠിക്കാം, പുതിയ കാര്യങ്ങൾ ചെയ്യാം. ചെയ്തുകൊണ്ട് നമുക്ക് ബിസിനസ് വർദ്ധിപ്പിക്കാം, പ്രോഫിറ്റ് ഉണ്ടാക്കാം. നമ്മളൊക്കെ ലോകം മുഴുവൻ ധനികരുണ്ടാവട്ടെ, ഒരുപാട് സന്തോഷം ഉണ്ടാവട്ടെ, സമാധാനം ഉണ്ടാവട്ടെ. അതിനപ്പുറം എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടാവട്ടെ. താങ്ക് യു ഗൈസ്, താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഐ ആം സൈനിങ് ഓഫ് ഓവർ ഹിയർ. ശ്രീജിത്ത് KC. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ.